സാമ്പാറിന് അടി ഉണ്ടാക്കുവോടാ? ഭക്ഷണം തികഞ്ഞില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുവോ? എൻ്റെ മോനെ കയറ്റി പാടിച്ചില്ല, എൻ്റെ കുഞ്ഞിനെ കയറ്റി. പിള്ളേരുടെ കസർത്ത് കാണിക്കുന്നതാണോ സഭ? യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവുക. സഹോദരന്മാരെ വിളിച്ച്, ഞാൻ മരിക്കാൻ പോവുക, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. എവിടേക്ക്? കനാനിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ എൻ്റെ അസ്ഥി കൂടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകണം. അത് അവിടെ കൊണ്ടടക്കണം. കാരണം അതിൻ്റെ ആശയമല്ല, ഞാൻ 83 കൊല്ലത്തിൽ കൂടുതൽ ഇവിടെ ജീവിച്ചു. പക്ഷേ ഇവിടെ ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. പ്രിയരെ, ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ ഹ്രസ്വമായ ഒരവസരം ദൈവം തരുന്നതേ ഉള്ളൂ. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തേണ്ടവരാ. ഈ ചിന്ത സദാകാലവും നമ്മെ ഭരിക്കണം. ദൈവത്തിന് മഹത്വം. 2 മരണവും നല്ല മരണമാണ്. മോശയുടെ മരണവും നല്ലതായിരുന്നു. 34 വായിച്ചു. ഇതിൽ അറിവുള്ള വാക്യമെങ്കിലും അങ്ങ് വായിച്ചു. ആവർത്തനം 34 1 മുതൽ അവിടെ ഇല്ലയോ? ആ 120 വയസ്സുണ്ട്. നടക്കാനും എടുക്കാൻ മേലാതെ പരുവക്കേടി കിടക്കുകയല്ല. ആടി മലയുടെ വണ്ടയ്ക്ക് കയറി. നല്ല മരണമാണ്. മലയെ കയറിയെന്ന്. എന്നിട്ടോ ആ ആ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. കണ്ണും കടയും കാണാതെ കിടക്കുകയല്ല, അതും കണ്ടു. ആരോഗ്യമുണ്ട് മലയിൽ കയറാൻ. ദൂരം ദൈവം കാണിച്ചണ്ട, അതാണ്, അതും കണ്ടു. എന്നാ നല്ല മരണമാണ് ആട്ടോ. ഒന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ടോ അടുത്ത വാക്യം. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തു. 2 വാക്യം കൂടെ താഴോട്ടിറക്കി വായിച്ചോ. അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. വചനപ്രകാരം മരിച്ചു. യാക്കോബിന്റെ മരണം പിള്ളേരെ എല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞേച്ച് മരിച്ചു. യോസേപ്പ് പ്രത്യാശ പറഞ്ഞേച്ചാ മരിച്ചത്. സന്ദർശനം വരുന്നുണ്ട്, ഇവിടുന്ന് അങ്ങ് കനാനിലോട്ട് പോകും, എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോക്കണം. മോശെ വചനപ്രകാരം അല്ല, വചനം തെറ്റിച്ച് വചനം വിറ്റ് കാശാക്കി അങ്ങേയറ്റം കുഴഞ്ഞൂപ്പാട് വന്ന് എത്തുന്നല്ല. വചനപ്രകാരം. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ചെറുക്കനോട് കാര്യം പറഞ്ഞു. അതെന്തുവാ? വായിച്ച 2:1 രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1 പെട്ടെന്ന് വായിച്ചു. 2 പേരുടെ മാറി മാറി ചടികടാന്ന് വായര്. പെട്ടെന്ന് വായിര്. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത്. അപ്പൊ പിള്ളേർ മരണകാലം അടുത്തു വന്ന മരിക്കാൻ സമയമായെന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞ കൃത്യം ഡേറ്റും ടൈമും ഒന്നും അറിയത്തില്ലെങ്കിലും ഒരു ചെറിയ മണമടിക്കും മരണത്തിൻ്റെ, അല്ലേ? അന്നേരം പറയണം, മോനെ ഈയിടെ പോകാറായി. അപ്പം അതെല്ലാം കൃത്യം പിള്ളേരെ എല്ലാം ആധാരം ഇന്നെടുത്തിരിപ്പുണ്ട്, പണയാന്ന് പറയണം. കരവടച്ച രസീത് പിള്ളേരെ കാണിക്കണം. ട്രങ്കിനകത്തിരിപ്പുണ്ട്. 10 വീതം വെക്കുമ്പോൾ ഇന്ന അതിര് വെക്കുന്ന ഇതൊക്കെ ജീവിക്കുമ്പോഴേ ചെയ്തിടണ്ടേ. അത് കഴിഞ്ഞ് പിള്ളേർ വില്ലയപ്പി തടന്ന് ഇയാളെ പ്രാകുകയും ചെയ്യും. തന്ത കാരണം ഞങ്ങൾ നടന്ന് ഗുണം വരുന്ന കാര്യമായി പറയാന്ന്. ഇതെല്ലാം ചെയ്യണം മരിക്കുന്നതിന് മുന്നേ. ദാവീദിന്റെ മരണകാലം അടുത്തപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി, എന്റെ മകനെ ശലോമോനെ, സകല ഭൂവാസികളുടെയും വഴിയായിട്ട് ഞാൻ കടന്നു പോകും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമെല്ലാം ഈ വഴി പോണം.
നാലു വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായം. നാലു വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല. ചേർന്ന് പാട്. ഇതിങ്ങനെ വണ്ട് മൂളും പോലെ മൂളുന്നല്ല, ധാരാ പാടുന്ന. ഇപ്പൊ ഈ പാട്ടെല്ലാം കോൺട്രാക്ട് കൊടുക്കുന്നതുകൊണ്ട് ഉപദേശിമാർക്കും പാട്ട് വലിയ അല്ലേ വന്ന്. ഇനി ഗായക സംഘം പാടിക്കോ. ഞങ്ങൾക്ക് പിന്നെ ആരും പാട്ട് പഠിക്കുന്നില്ല. കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും അങ്ങനെ വലിയ പാട്ടൊന്നും ഇല്ലേ. കോൺട്രാക്ട് പൈസ തുക പറഞ്ഞു നോക്കുകയല്ലേ. എത്രയാ അത്? ഇത്ര ഇച്ചിരി താത്ത് പിടിക്കാവോ? അവർ പറഞ്ഞാൽ അച്ഛാ അങ്ങനെ താക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ പാടുന്നത് പറഞ്ഞാൽ ക്ലാസിക്കലാണ്, അതിന് ഇച്ചിരി പൈസ ഉടനെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കമ്മിറ്റി ഉടനെ അടുത്ത കക്ഷികളെ നമ്മൾ വെച്ചു. നിങ്ങളെങ്ങനെ താക്കുവോ പൊക്കുവോ? കുറ്റമല്ലീ പറഞ്ഞു. ഇതെല്ലാം കച്ചവടമല്ലേ. എന്നെ ഈ ബാർഗൈൻ ചെയ്യുന്നത് ചിലർ വിളിച്ചാൽ കൊടുക്കത്തുമില്ല. അതുകൊണ്ടായി നിങ്ങൾ അവരും ജീവിക്കണ്ടായോ? ഓ, ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് വരുന്ന കുഴപ്പമെന്നാ, കല്യാണത്തിന് ചെന്നാലും ശവോടകന് ചെന്നാലും ഏത് ശുശ്രൂഷയ്ക്ക് ചെന്നാലും ഇപ്പൊ പാസ്റ്റർമാർ സിംഹഭാഗവും പാടത്തില്ല. ഇത് കൊടുത്തേക്കല്ലേ, അവർക്ക് കാശ് കൊടുക്കുന്ന അവന്മാരിന്ന് പാടട്ടെ. പക്ഷെ പണ്ടങ്ങനല്ല. ആ പണ്ടത്തെ അന്തരീക്ഷം വരാനാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ ചേർന്ന് കയ്യുമൊക്കെ ഒന്ന് അടിച്ച് പാടി. അന്നേരം എൻ്റെ ഭാഷയാക്കോട്ടെ, ഭാഷ നല്ലതല്ല, കളം മാറും. അത് അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അല്ല, അതങ്ങനെ ദൈവം നടത്തും. ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം അത് സാധിപ്പിച്ചു തരും. നല്ല ആഗ്രഹത്തെ ദൈവം നിവർത്തിക്കുമെന്ന ദൈവത്തിന് മഹത്വം. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ പാട്ടുകളൊന്നും അധികം അറിയത്തില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പം മിക്ക പാട്ടുകാരും പ്രസംഗകരും ഒക്കെ മിക്കത് പങ്കെടുക്കുന്നുണ്ട്. രണ്ട് പാട്ടുണ്ട് കയ്യിൽ, രണ്ട് പാട്ട്. അത് യവോടക്കിനും ഇത് തന്നെ, കല്യാണത്തിനും ഇത് തന്നെ, വീട്ടു പ്രാർത്ഥനയ്ക്ക് ഇത് തന്നെ, അന്വേഷണം ഇത്. ആ രണ്ട് പാട്ട്. ഞാൻ ഈയിടെ ഞങ്ങളുടെ ഒരു സഹോദരനോട് പറഞ്ഞു, നീ ഒരു പാട്ടുമായിട്ട് നടക്കരുതെന്ന് പറഞ്ഞു. ദൈവദാസന്മാരെന്ന് പറയുന്നവരിൽ ചിലർ ഇനി അറിയാമെങ്കിലും പാടുകയല്ല. അങ്ങനെയുണ്ട്. ആരെങ്കിലും പാടിയാ തെറ്റുന്നുണ്ടോ എന്ന് നോക്കും. പഴയ പാട്ടിന് ചൈതന്യമുണ്ട് കേട്ടോ. നാലു വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. നിഴലിൽ നടന്നൂതങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. നിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. ഒരിക്കലേവനും ഒരിക്കലേവനും മരിക്കും നിർണയം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം ഞാൻ നിങ്ങളുമെല്ലാം ഈ വഴി കടന്നു പോകണം. ഞാൻ തൊടുകൈക്ക് പറയട്ടെ, ഞാൻ എല്ലായിടത്തും പറയേണ്ട കാര്യം, ആ വഴി പോകുന്നതിന് മുമ്പ് സകല മനുഷ്യനും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. ഈ വഴി എല്ലാവരും പോകണം. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കും, പോകുകയല്ല. നമ്മൾ ചെന്ന് നോക്കി ഇപ്പം എങ്ങനെയുണ്ട്? ആ ഒരു കുറുകുറുപ്പൊക്കെ ഉണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന് നമ്മൾ പിറ്റേന്ന് ചെന്നപ്പോൾ പുള്ളി പൊടിയരിക്കഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താ നമ്മൾ നോക്കി, അയ്യോ ഇന്നലെ വാഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടി അങ്ങ്. പിന്നെയും 2 ദിവസം ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇപ്പം എങ്ങനെ ഉണ്ട്? ഇപ്പം അന്ന് കുടിച്ചതേ ഉള്ളു, പിന്നെ ഒന്നും കുടിച്ചില്ല. ചെള്ളയ്ക്കൊക്കെ ഒരു നീർക്കോളം ഉണ്ട്, കാലിൻ്റെ പൊത്തയ്ക്കും അല്പം മിക്കാറും. 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ പുള്ളി ഒട്ടുപാല് പറിച്ച് നടക്കുന്നു. എന്ത് ചെയ്താൽ പോകാൻ? പിന്നെ മരുമക്കളോ മക്കളോ ഒക്കെ ഞങ്ങളോട് ചിലരോട് പറയും, പാസ്റ്റർ ദൈവഹിതത്തിനായിട്ട് എന്ന് പറഞ്ഞ് ഈ അപ്പനല്ല ഈ അമ്മ യാഗം പ്രാർത്ഥിക്കണമെന്നായി പറഞ്ഞത്. പിന്നെ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളു. അതിനെ പറഞ്ഞ ദൈവഹിതത്തിനായിട്ട്. ഞങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് എൻ്റെ പരുവത്തിന് പ്രാർത്ഥിക്കും. മിക്കയിടത്തും ഞാൻ പ്രാർത്ഥിക്കും, പോവുകയും ചെയ്യും കേട്ടോ.
ഞങ്ങളുടെ ഷിവപാസ് പറയും ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകരുത്. അങ്ങനത്തെ ആളല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഗീതം അതായിരിക്കും. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കും, പോകുകയല്ല. ഇപ്പോൾ അങ്ങനല്ല, ഇപ്പോഴെല്ലാം നിമിഷ നേരം കൊണ്ടാണ്. നമ്മൾ ചോദിക്കുകയല്ലേ എങ്ങനെയാ പുള്ളി സൈലൻ്റ് ആയിരുന്നു? അല്ല, പുള്ളി യോഗത്തിനും സൈലൻ്റ് ആയിരുന്നു. കൈയടിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും യോഗത്തിനും പുള്ളി സൈലൻ്റ്. അപ്പം തമ്പുരാനും പറഞ്ഞു എന്നാൽ സൈലൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ലേ? എങ്ങനെ മരിച്ചു? കുഴഞ്ഞു വീണെന്ന്. പുള്ളി നേരത്തെ കുഴയായിരുന്നു, നേരത്തെ കുഴഞ്ഞു വീണെന്ന്. നേരത്തെ കുഴഞ്ഞു വീണില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഒരു കാര്യം പറയാം, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് സകല എണ്ണോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. എല്ലാവരും ഈ വഴി കടന്നു പോകും. ആട്ടെ, ഞാൻ വിഷയമല്ലാത്ത കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം അവസാനിക്കുന്നത് 2 നല്ല മരണത്തോടു കൂടിയാ. മാത്രമാണോ ഉൽപ്പത്തി തുടങ്ങുന്നത് ദൈവത്തിലാ. 1:1 വായിര്. അല്ല, അതൊക്കെ മൈക്കിൽ കൊണ്ടൊന്ന് വായിക്കുന്ന അല്ലയോ കുറച്ചുകൂടെ. ആദിയിൽ ദൈവം അങ്ങനെ ആദിയിൽ ദൈവത്തിലാ തുടങ്ങിയത്. ഉൽപ്പത്തി 50 ഒടുവിലത്തെ വാക്യം വായിച്ചേ. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അടുത്തത് അവന് സുഗന്ധവർഗമിട്ടു. മുമ്പേ അവനെന്ന് വായിച്ച പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാ എനിക്ക് തോന്നിയതായിരിക്കും അല്ലയോ. എന്തേലും ആട്ടെ, ദൈവദാസനെ ഒന്നുകൂടെ വായിച്ചു. അവന് സുഗന്ധവർഗമിട്ടു. അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അടുത്ത വാക്യം വായിര്. ഇല്ലല്ലോ, അത് പറയാനാ. ശവപ്പെട്ടി കൊണ്ട് തീർന്നു. ആരംഭിച്ചത് ദൈവത്തിലാ. 50-ാം അധ്യായം വന്ന് അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. സകല മനുഷ്യന്റെ അവസാനം ഇങ്ങനെ, എല്ലാവരുടെയും അവസാനം ശവപ്പെട്ടിയില്ല. നിരാശപ്പെടേണ്ട, ദൈവമക്കൾ ശവപ്പെട്ടി കൊണ്ട് തീരുന്നതുമല്ല. അതുകൊണ്ടാ യോസേഫ് പറഞ്ഞത്, പിന്നെ ഇവിടം കൊണ്ട് തീരുകയല്ല, പോകുമ്പോ പെട്ടിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അക്കരയാണ് എന്റെ അവിടെ നീ അവിടെ നീ പ്രത്യാശയോടെ പാട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഈ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തിലാ, അവൻ വന്ന് അവസാനിക്കുന്ന ശവപ്പെട്ടിയില്ല. ഈ ചിന്ത എല്ലാവരെയും ഭരിക്കണേ. അടുത്തത് പുറപ്പാട് പുസ്തകമാ, ദൈവജനത്തിന്റെ പുറപ്പാടാ. വിവരിക്കുന്നില്ല. ലേവ്യ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമമാ. ആരാധനയ്ക്ക് ക്രമമുണ്ട് കേട്ടോ. തോന്നുന്ന പോലെ ആരാധിക്കാനും തോന്നിയതുപോലെ ആരാധിക്കാനൊന്നും വ്യവസ്ഥയില്ല, പ്രമാണമുണ്ട്. എബ്രായർ 9:1 പെട്ടെന്ന് വായിച്ചു. എബ്രായർ 9:1. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം മതി. അപ്പൊ ആരാധനയ്ക്ക് ചട്ടമുണ്ട്, ക്രമമുണ്ട്. അതിന്റെ ക്രമീകരണം കൊരിന്ത്യലേഖനത്തിൽ നമുക്കറിയാം. പൗലോസ് പറഞ്ഞിരിക്കുന്ന സകലത് ഉചിതമായിട്ടും ക്രമമായിട്ട്, ഡീസന്റ്ലി ആൻഡ് ഓർഡർലി. ചോദിച്ചാൽ തെറ്റിയോ? ഇംഗ്ലീഷ് വലിയ വശമില്ല, അതുകൊണ്ടാണ്. ഇത് ഉചിതമായിട്ടും ക്രമമായിട്ടും വേണം നടക്കാൻ. ഇതിനെല്ലാം ക്രമമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. ഇത്ര യാഗം, ഇത്ര പെരുന്നാള്, അല്ലെങ്കിൽ ഇത്ര ഉത്സവങ്ങൾ, അതിന്റെ വ്യവസ്ഥകൾ, ക്രമങ്ങൾ, അതെല്ലാം കൃത്യമാണ്. അതാ ലേവ്യ പുസ്തകം. ചിലത് ചിന്തിക്കുന്നത് പെന്തിക്കോസിന് ഒരു ക്രമവും ഇല്ലെന്നാ. ഇതിനായി ഏറ്റവും വലിയ ക്രമം ഇതാ, പക്ഷെ ആരും പാലിക്കുന്നില്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോകുക, അങ്ങനല്ലയോ. ഇതിന് ക്രമമുണ്ടെന്ന്. ഇപ്പൊ ഉപദേശിമാർക്ക് ക്രമം പറയാനും ഒക്കില്ല. ക്രമം പറഞ്ഞ ഉടനെ അടുത്ത സഭയിലോട്ട് പോകും.
അവരാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ക്രമമുണ്ട്, ഇതിന് വ്യവസ്ഥയുണ്ട്. ലേവിയ പുസ്തകം ആരാധനകളുടെ ക്രമമാ. സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാ. കണക്കെടുക്കുക, അതിനല്ലേ പേര് സംഖ്യാന്ന്. കണക്കെടുക്കുക. 2 സ്ഥലത്ത് വെച്ചാ എണ്ണിയത്. വായിച്ച് 26:63 സംഖ്യ 26:63. എരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എരിഹോവിന്റെ സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറും എണ്ണിയവര് ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആദ്യം എണ്ണിയത് സംഖ്യ 1:1. വായിരേ, ഇന്ന് നിങ്ങളെ വാക്യം വായിച്ചു ഊപ്പാട് വരും. ഒരുങ്ങിയിരുന്നോണെന്ന് നന്നായിട്ട് സ്ഫുടമായിട്ട് വായിച്ചു. നന്നായിട്ട് വായിക്കും. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാം പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കുക. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. അപ്പൊ എണ്ണുന്ന പുസ്തകമാണ്. ആദ്യം എണ്ണിയത് സംഖ്യാപുസ്തകം 1:1 മുതൽ താഴോട്ട്. 2ാമത് എണ്ണിയത് വായിച്ച് 26-ാം അധ്യായത്തിന്റെ 1 സംഖ്യ 26:1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം. അപ്പൊ 2 പ്രാവശ്യം എണ്ണി. ആ 2 പ്രാവശ്യം എണ്ണിയതിന്റെ വാക്യമായി 26:63. എണ്ണിയത് അവിടെ 1-ാം അധ്യായത്തിന്റെ താഴോട്ട് 26-ാം അധ്യായത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാധയ്ക്ക് മുമ്പും ബാധയ്ക്ക് ശേഷവും. ബാധയ്ക്ക് മുമ്പ് 1 എണ്ണി, ബാധ കഴിഞ്ഞെണ്ണി. അതാണ് സംഖ്യാപുസ്തകം. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത പുതിയ കാര്യമൊന്നുമില്ല, ആവർത്തനമാ എന്ന് പറഞ്ഞാൽ പഴയ കാര്യമല്ല ഒന്നുകൂടെ ഓർത്തോണം. അല്ല, ഓർക്കുകയല്ല, ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം നിന്നെ നടത്തിയ വിധം, ദൈവം നിന്നെ സൂക്ഷിച്ചത്, ദൈവം നിന്നെ പരിപാലിച്ചത്, ദൈവം നിനക്ക് ആയുസ് തന്നത്, ദൈവം നിന്നെ ഭദ്രമായി കാത്തത്, ദൈവം നിനക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്നത്, ആ തന്നതെല്ലാം നടത്തിയ വിധങ്ങൾ ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത നിങ്ങൾക്കറിയാമല്ലോ. പുസ്തകത്തിലെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ ശ്രദ്ധിക്ക, ഇസ്രായേലെ ഓർക്ക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്ക, ഇസ്രായേലെ പണ്ടത്തെ കാര്യം, പൂർവ്വ ദിവസങ്ങൾ, ഇതെല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആവർത്തന പുസ്തകം. പിന്നീടുള്ള പുസ്തകങ്ങളെല്ലാം ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ ഏതാണ്ട് എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകമാണ്. നമ്മൾ ഇന്ന് രാത്രി ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. ചരിത്രം എന്തോ ചരിത്രമാണെന്ന് ചോദിച്ചാൽ മുമ്പേ ഓർപ്പിച്ച ലോക ചരിത്രം ഒന്നുമല്ല, ദൈവത്തെ ഭജിക്കാൻ ഇറങ്ങിയ ദൈവമക്കളുടെ ചരിത്രമാണ്. ഈ ചരിത്രം ആരുടെ ചരിത്രമെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെയും സന്തതി പരമ്പരകളുടെ ചരിത്രമാണ്. ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. വിശ്വാസികളുടെ പിതാവ് അറിയാമല്ലോ അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദം, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. 51:2 യെശയ്യാ പ്രവചനം 51:2. വായിരേ, നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. ആ പദത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെയാണ് വിളിച്ചത്. ചരിത്രമൊക്കെ പറഞ്ഞ ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ 1800 ശിഷ്ടം ആൾക്കാരുണ്ടെങ്കിലും അതിന് വിളിച്ചത് ഒരുവനെയാണ്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒത്തിരി അംഗബലം കാണും, ആള് കാണും, വലിയ കുടുംബമായിരിക്കും, കുടുംബം മഹിമയൊക്കെ കാണും. പക്ഷെ എല്ലാവരെയും ഒന്നും ദൈവം വിളിച്ചില്ല. ദൈവം നിന്നെ ആ പേര് ചൊല്ലി വിളിച്ചത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ചിലരെ ദൈവം വിളിച്ചതൊക്കെ സങ്കടത്തോടെ, അമ്മാമ എല്ലാവരും ഇതിനകത്ത് ഇല്ല വാസ്റ്റേ ഞാൻ മാത്രം. അല്ലേ, ചുമ്മാ കിടന്ന് മോങ്ങരുത്. നീ തുള്ളിച്ചാടി പറയണേ, എൻ്റെ ദൈവം എന്നെ വിളിച്ചു.
ഈ ദേശത്തല്ലേ ഹൈ റേഞ്ചിലല്ലെങ്കിൽ നാട്ടിൽ ഞങ്ങളുടെ കുടുംബക്കാർ ഉന്നതന്മാരാ, മിടുക്കന്മാരാ, അംഗബലമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തില്ല. പോഷയാകുന്ന എനിക്ക് എൻ്റെ ദൈവം ഇത് വെളിപ്പെടുത്തി. എൻ്റെ ദൈവം എന്നെ വിളിച്ചു. എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്കായി. വാഴ്ത്തിടും സതതം പ്രിയാതവ നിത്യം, വാഴ്ത്തിടും സതതം തവ നിത്യം. ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, കാത്തതിനാൽ എന്നെ വഴുതാതെ, ചേർത്തതിനാൽ എന്നെ തിരുമാർവിൽ, ഓ കാത്തതിനാൽ എന്നെ, എടുത്തോ നീ എന്നെ നിനക്കായി, എടുത്തോ നീ എന്നെ കൊടുത്തോ നീ നിന്നെ എനിക്കായി. തെറ്റരുതേ. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ, അങ്ങനെ എനിക്ക് നിനക്കൊക്കെ ശ്രദ്ധിച്ച് പാടിക്കണം. എടുത്തോ നീ എന്നെ നിനക്കായി, കൊടുത്തോ നീ നിന്നെ എനിക്ക്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അപ്പൊ ഈ കുടുംബത്തിന് ദൈവം അബ്രഹാമിനെ ഏകനായിട്ട് വിളിച്ചു. വലിയ കുടുംബമാ, വലിയ കുടുംബമാ. ഒരുത്തനെയാ വിളിച്ച്. അവനെ വിളിക്കാൻ കാര്യം നെഹമ്യാ 9:7 എല്ലാം വചനത്തിൽ നിന്ന്. അപ്പൊ പിന്നെ ഉടക്കില്ലല്ലോ. എന്തിനാ ഈ വായിപ്പിക്കുന്നു ചോദിച്ചാൽ, ചില ആൾക്കാർ എന്നെ പറ്റി, ചില സെൻട്രൽ പാസ്റ്റർമാരും സെൻറ്ററുകാരും ചില സഭക്കാരും ഒക്കെ എന്നെ വിളിക്കണമെന്ന് പറയുമ്പോൾ ചില അവന്മാർ പറയും അയാൾ വായി വരുന്നതല്ല പറയും വിളിക്കണ്ടെന്ന്. അബ്രഹാമിനെ അല്ല നിർത്തി തന്നു, എനിക്ക് വിടവതാ, ഇത് പറഞ്ഞാൽ ചെയ്യാം, വാക്യം തരാന്ന് ഇഷ്ടം പോലെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ചിലര് എന്നെ വിളിക്കണമെന്നൊക്കെ പറയുമ്പോൾ ചില പൂഞ്ഞാൻ പറയുന്നത് അയാൾ വായി വരുന്നതല്ല. എടാ വായി വരുന്ന എന്നതാന്നാ വായിപ്പിക്കുന്നത്. ദൈവദാസം വായിക്ക്, കേക്കട്ടിവനല്ല. അല്ല, അങ്ങനെ വല്ല അവന്മാർ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അവനൂടെ കേക്കട്ടെ. വായിക്ക് നെഹമ്യാ 9:7. രണ്ടുപേരുടെ വഴക്കുണ്ടാക്കരുത്, ഇഷ്ടം പോലെ വാക്യം തരാം. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. ഒന്നുകൂടെ വായിച്ചേ. അബ്രഹാമിനെ നന്നായിട്ട് വായിച്ചേ. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ വായിച്ചോ. അവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തവനെ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് കൊണ്ടുവന്നു. അവന് അബ്രഹാം എന്ന് പേരിട്ട ദൈവമായ യഹോവ. അടുത്ത വാക്യം വായിച്ച ദൈവദാസനെ, നീ അവന്റെ ഹൃദയം നിന്റെ മുൻപാകെ വിശ്വസ്തമായി കണ്ടു. ഒറ്റ വാക്യം പറയാ, ഈ മഹാകുടുംബത്തിൽ നിന്ന് ഒരുത്തനെ ദൈവം വിളിക്കാൻ കാര്യം ദൈവത്തിന് മനസ്സിലായി. ഇവനെ ഈ കുടുംബത്തിന് വിളിച്ചാൽ ഇവൻ വിശ്വസ്തതയോടെ എന്നെ സേവിക്കും. ദൈവത്തിന് മിടുക്കന്മാരെ അല്ല ആവശ്യം, പ്രഗത്ഭന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വിശ്വസ്തന്മാരെ, ദൈവത്തോടും ദൈവസഭയോടും വചനത്തോടും ഉപദേശത്തോടും. അതിപ്പോ പറയണം. ഇപ്പൊ നമ്മുടെ കൺവെൻഷന് വിളിക്കുന്നത് മിക്ക കൺവെൻഷനും ഉപദേശ ഐക്യമുള്ളവരെ വിളിക്കുകയല്ല. നമുക്ക് എങ്ങനെയുള്ള ആൾ കൂടണം, കുറെ പേര് കൂടണം, ഒരു ഓളം ഉണ്ടാക്കണം. ഉപദേശ ഐക്യമില്ല. 1-ാം ദിവസം വരുന്നവൻ പറയുന്നത് സ്നാനപ്പെട്ടില്ലെങ്കിലും തിരുമേശ തരാന്ന്. 2-ാം ദിവസം വരുന്ന പറഞ്ഞ് സ്നാനപ്പെട്ടോ പെടേണ്ടവർക്കല്ല പെടാം, പിന്നെ എതിലേലും പൊക്കോളാൻ. 3-ാം ദിവസം വന്ന അല്ല, അങ്ങനെ ഇപ്പം എല്ലായിടത്തും അല്ല. ഞാൻ മിക്കയിടത്തും പറയും, ഇഷ്ടമല്ലല്ലോ. ആദ്യ ദിവസം വന്നവൻ ഇവിടെ വന്നതല്ല, പൊതുവെ പറയുക. ആദ്യ ദിവസം വന്ന പുള്ളി പറഞ്ഞു ആഭരണം വിടുന്നത് തെറ്റ്. 2-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു അതൊന്നും അങ്ങനെ തെറ്റൊന്നുമില്ല, ഇടേണ്ടവർക്ക് ഇടാം. 3-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു കണ്ടമാനം വിടരുത്, ഇച്ചിരി കാണാവുള്ളൂ. 4-ാം ദിവസം വന്ന പുള്ളി പറഞ്ഞു നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇടരുത്, കല്യാണത്തിന് പോകുമ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഇടരുത്, അന്നേരം ബാഗിനകത്ത് വെച്ച് ഇങ്ങോട്ട് കയറിക്കോണം. അഞ്ചാം ദിവസം വന്നവൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ ഇടേണ്ടവർക്ക് ഇടാം, ഇടാണ്ടവർക്ക്
ആസ് യു ലൈക്ക്. തെറ്റിയോ? ഇല്ല, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. എടാ, ഇത് തോന്നുന്നത് പോലുള്ളതല്ല പെന്തിക്കോസ്. മനസ്സിലായോ? ഉമ്മ അതിലേതിലെ മട്ട് പിടിച്ചവനെ ഭ്രാന്ത് പിടിച്ചവനെ എല്ലാം വിളിച്ചേച്ചേ, അവൻ വന്ന് കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ചേച്ചേ പോയി പാവം പിടിച്ച ജനം ഇപ്പൊ തെറ്റുക. അവരിപ്പൊ കിടന്ന് കൊടു ഇടാവോ അച്ചായ? ആ തങ്കമ്മ, ഞാനും അത് തന്നെ ചിന്തിക്കുന്നത്. അച്ഛാ അവരിട്ടാച്ചാ, ഞാനും ഇങ്ങനെ അറിഞ്ഞു. എങ്ങനെയാച്ചാ? എങ്ങനെയാ ഇനിയിപ്പം ഒന്ന് അച്ഛൻ പറയും, വരുന്നിടത്ത് വെച്ച് കാണാം തങ്കമ്മേന്ന്. ഇതിനൊരു പ്രമാണമുണ്ട്. ആഭരണം മാത്രമല്ല കേട്ടോ. ഒന്നാം ദിവസം വരുന്ന മീശ വെക്കുന്നതുകൊണ്ട് ഉദാഹരണമായി പറയാൻ കുഴപ്പമില്ല. രണ്ടാമത് പറഞ്ഞ് മീശ വെച്ചോണ്ട് ഈ സ്റ്റേജ് പണ്ടൊരാൾ പറഞ്ഞ് മീശ വെച്ചവനെല്ലാം പോകാൻ. അപ്പം ചിലർ പോയില്ല, മീശ ഉള്ളവരിപ്പുണ്ട്. എടോ, നിന്നോടല്ലേ പറഞ്ഞ മീശ വെച്ചവൻ? പുള്ളി പറഞ്ഞ അച്ഛാ മീശ വെച്ചതല്ല, ഇത് വന്നതാന്ന് പറഞ്ഞു. ഇത് വെച്ചതല്ല, വെച്ചവനെല്ലാം പോകാനല്ലേ പറഞ്ഞേ. ഇത് വെച്ചതല്ലങ്ങ്. ഒരു കാര്യം സകല പെന്തിക്കോസുകാരോടും പറയാം. ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ, യോഗം നടത്തുമ്പോൾ, അകത്താന്തലും പുറത്താന്തലും ഉപദേശം ഐക്യമുള്ളവനെ വിളിക്കണം. ഇല്ലെങ്കിൽ ഇതിനകത്ത് കളവതച്ചു പോകും. ഇരിക്കുന്ന ജനം തെറ്റും. ജനം തെറ്റിയാൽ ഞാനും നിങ്ങളും കണക്ക് കൊടുക്കണം. സ്വർഗം ചോദിക്കും, സ്വർഗം ചോദിക്കും. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഇതിന് വില കൊടുത്തവരും കച്ചം തകച്ചവരും മങ്കപ്പാടേറ്റവരും പീഡയിൽ കൂടി പോകുന്നവരും ആക്ഷേപം തകച്ചവരും അപമാനമേറ്റവരും ഒന്നല്ല, 100 കണക്കിനാ. ദൈവത്തിന് മഹത്വം. ഇപ്പൊ ആ വിഷയത്തോട്ട് ഞാൻ ഇപ്പൊ കയറുന്നില്ല. ദൈവത്തിന് മഹത്വം. ഇത് ആഴ്ച മാറ്റുന്ന ഉപദേശം അല്ല. യൂദ 20 അറിയാനുള്ള വാക്യമാ. യൂദ 20 വായിരേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, അതായത് ഇതിന്റെ വിശേഷത, ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. 3-ാം വാക്യത്തിൽ ഇതിനു വേണ്ടി പോരാടണം. 3 വായിച്ച 3-4. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയെന്ന ഇത് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസമാണ്. അല്ലാതെ അമേരിക്ക പോയിച്ച് വന്നപ്പോൾ മാറ്റുന്നതല്ല, ലണ്ടനിൽ പോയിച്ച് വന്നപ്പോൾ വ്യത്യാസപ്പെടുത്തുന്നതല്ല, കാനഡയിൽ പോയി നടന്നേച്ച് വരുമ്പോൾ മാറ്റുന്നതല്ല. അല്ലെന്ന് അങ്ങനെയൊക്കെ മാറ്റുന്നവരുണ്ട്. 10 പുത്തൻ കിട്ടുമ്പോൾ മാറ്റുന്നതല്ല ഉപദേശം. പിള്ളേർക്ക് 10 പുത്തനും കാക്കക്കേടും പരുവക്കേടും മാറ്റി പുള്ളി അല്ലാതെ ഒരു കറക്ക് കറക്കി വന്നപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും അല്ല ഇതാന്ന്. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും തിരുവചനത്തിന് വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് മിടുക്കന്മാരെയല്ല ആവശ്യം, വിശ്വസ്തന്മാരെയാ. ദൈവത്തോട്, ദൈവസഭയോട്, ദൈവിക ഉപദേശങ്ങളോട്, ആമേൻ സ്തോത്രം, മനുഷ്യരോട്, സകലരോട് വിശ്വസ്തത പുലർത്തുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ദൈവം നോക്കുക വിശ്വസ്തന്മാരുണ്ടോ. പക്ഷേ ദൈവം നോക്കുന്നെന്ന് വിശ്വാസം പ്രത്യാശയും സ്നേഹം പ്രതിഷ്ഠയും വിശ്വാസഗോളത്തിൽ നിന്നകന്നിടുന്നു. വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ. വിശ്വസ്തത മനുഷ്യരിൽ നന്നേ കുറയുന്നേ. നീ വരും നാളിൽ ഭൂവിൽ വിശ്വാസം കാണുമോ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ. ആശയാൽ കാത്ത് ഞാൻ നിന്നിടുന്നേ. യേശുവേ നീ എപ്പോൾ ആഗമിച്ചിടുമോ. ആശയാൽ കാത്തു ഞാൻ നിന്നിടും.
അപ്പൊ ശ്രദ്ധിച്ചേ, അബ്രഹാമിനെ ഈ കുടുംബത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുവാൻ ദൈവത്തിന് മനസ്സിലായി. ഇവനെ വിളിച്ച് വേർതിരിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. എൻ്റെ സഹപഠന്മാരോടും ബഹുമാന്യ ദൈവമക്കളോടും എന്നെ കേൾക്കുന്നവരോട് ഒരു കാര്യം, ദൈവദാസൻ എന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി എന്ന് പറയുക, ജീവൻ പണയം വെക്കേണ്ടി വന്നാലും സ്വന്തം സഭയോടും ദൈവത്തോടും പ്രമാണത്തോടും ഉപദേശത്തോടും വിശ്വസ്തത വേണം. ഇപ്പൊ കുറെ മിടുക്കന്മാരുണ്ട്. ഈ സ്റ്റേജിൽ വരുമ്പോൾ ആ രീതിയിൽ, ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ ഉണ്ട് മിടുക്കന്മാരുണ്ട്. പേരൊന്നും ഞാൻ പറഞ്ഞത്, പേര് പറയണോ? അല്ല പറയണേ പറയാം. അല്ല ഞാൻ ആരുടെ ഒന്നും മേടിച്ചിട്ടില്ല, പറയുന്നതിന് എനിക്ക് വലിയ ഇവിടെ വരുമ്പം വെള്ളം ഇട്ടോണ്ട് മിടുക്കനായിട്ട് നിൽക്കും. വേറെ സ്റ്റേജിൽ കടും കളർ ഇട്ടോണ്ട്, എടേ കടും കളർ ഇവിടെ തന്നെ ഇടാത്തെ. അപ്പൊ അവന് മനസ്സിലാകും ആ ചേമ്പി കലത്തി. തോമാച്ചായ ഞാനുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. ആണെന്ന് ഇവിടെ വരുമ്പോൾ നല്ല ഉപദേശം അങ്ങോട്ട് പറയും. അപ്പുറത്തെ സ്റ്റേജിൽ ചെല്ലുമ്പം ഇതിന് നേരെ ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സാന്നിധ്യം ഗണിക്കട്ടെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആൾക്കാരെ കണ്ടുപിടിച്ചു. എൻ്റെ നീ കേരളത്തിലാണെങ്കിലും അമേരിക്ക എന്നാലും കാനഡയിലാണെങ്കിലും ഏത് ലഡാക്കിലാണെങ്കിലും ഇതിന് വള്ളിക്കും പുള്ളിക്കും മാറ്റം വരുത്തരുത്. അവിടെ ചെല്ലുമ്പോൾ ദൈവം നിന്നെ പിടിക്കും. അവിടെ ചെല്ലുന്നില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെല്ലുന്നവൻ പറഞ്ഞാൽ മതി. ചിലപ്പോൾ ഇവിടെ ഇതൊക്കെ ഇച്ചിരി കുറയും. എല്ലാവരും ഒന്നും കൈ തന്നെന്ന് വരികയല്ല, ഒത്തിരി സ്റ്റേജ് കിട്ടിയെന്നും വരികയല്ല. പക്ഷേ ഇവിടെ അല്ല വിഷയം, അങ്ങ് ചെല്ലുന്നതാ. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിവരെ നിൽക്കുന്നവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആ ശേഷമുള്ളവർ നശിക്കാതെ അവർ മടങ്ങി വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അബ്രഹാമിനെ ദൈവം വിളിക്കാൻ കാര്യം, ഇവന്റെ ഹൃദയം ദൈവം നോക്കിയപ്പം വിശ്വസ്തനായി കണ്ടു. നിന്നോളും. അങ്ങനെ ദൈവം വിളിച്ചത്. ഈ കുടുംബം വലിയ കുടുംബമാണ്. മാത്രമാണോ അബ്രഹാമിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ കൽദയ ജാതിയ. എല്ലാ ജാതിയും പോലല്ല, വിശേഷതയുള്ള ജാതിയ. ഹബക്കൂക്ക് 1:7 വായിച്ചോ, പെട്ടെന്ന് ഓടിച്ച് വായിച്ചോ. കൽദയ ജാതിയുടെ വിശേഷത. ജോബിയാണോ വായിച്ചത്? അവിടെ നിന്ന് വായിച്ചാൽ കേൾക്കുന്നില്ല. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. ഞാൻ 5-ാം വാക്യം 6-ാം വാക്യം, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. പിന്നെ അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന്, കൽദയ ജാതിയുടെ ക്വാളിറ്റിയാ, തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കും. പിന്നെ ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. ഒരു സ്ഥലത്ത് കുത്തിയിരിക്കുകയല്ല, നീളെ സഞ്ചരിക്കും. പിന്നെ അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, നല്ല കരുത്തന്മാരും മിടുക്കന്മാരും. പിന്നെ അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടും. അവരൊരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ. പിന്നെ അവരുടെ കുതിരകൾ പുള്ളിപ്പുള്ളികളെക്കാൾ വേഗതയും, അല്ലാതെ ഞൊണ്ടിക്കുതിരയായിട്ടല്ല അവർ ഇറങ്ങിയേക്കുന്നത്. പിന്നെ അടുത്തത്, വൈകുന്നേരത്തെ ചെന്നായ്ക്കളെക്കാൾ ഉഗ്രതയുമുള്ളവ. പിന്നെ അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ഇരിക്കുക അവരുടെ കുതിരച്ചേവകർ. ഗർവിച്ചോടിക്കുന്നു. കുതിരച്ച നല്ല കടിഞ്ഞാണിലൊക്കെ പിടിച്ച് നല്ല കുമുകുമാന്നാ നിൽക്കുന്നത്. അല്ല, നമ്മുടെ കടിഞ്ഞാണും പൊട്ടി കുഴഞ്ഞ്. എന്നിട്ടിപ്പോ പറയാം, പണ്ട് ഞാൻ എത്ര കടിഞ്ഞാണി, കടിഞ്ഞാണില്ല. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. പിന്നെ തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. പുറകോട്ട് നോക്കുകയല്ലെന്നായി പറഞ്ഞത്. പുറകോട്ട് നോക്കത്തില്ലെന്ന്, മുമ്പോട്ട്. വ്യാഖ്യാനിക്കാൻ നേരമില്ല, ഇങ്ങനെ മുന്നോട്ട് തന്നെ. ഇബ്രാലേഖനം 12 അറിയാവില്ല, പോകുന്നില്ല. വായിച്ചോ. അവർ മണൽ പോലെ ബദ്ധന്മാരെ പിടിച്ചു ചേർക്കുന്നു. മണൽ പോലെ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ 2 ഉണക്കത്തള്ളയായിട്ടിരിക്കുകയല്ല 5 വർഷമായിട്ട്. കമ്പേറും കമ്മത്തിട്ട് അടിക്കുക. അതി തള്ള കത്താനാന്ന് അപ്പൻ ഇനി എന്നാ ചെയ്യാൻ 90 ആയതെടുത്ത് ആരും തള്ളമാരെൻ്റെ കൊങ്ങായിക്ക് പിടിക്കുമെന്നാ. 5 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ കിട്ടിയത് ജാത്തമുട്ടലോടെ അച്ഛൻ, അയാൾ വേലിയെ പിടിച്ചാൽ ദൈവം സൗഖ്യമാക്കട്ടെ. ഇതുമായി അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. രാജാക്കന്മാരെന്ന് ഇവർക്ക് വിഷയമല്ലെന്ന്.
പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർക്ക് വിഷയമല്ല. പിന്നെ അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. ഏത് കോട്ടയെ കണ്ടാലും ചിരിക്കും. അവർ മണ്ണ് ചിലപ്പോ കേരളത്തിൽ കോട്ട കെട്ടിപ്പൊക്കിയെന്ന് വരാ, ഇന്ത്യക്ക് കോട്ട കെട്ടിപ്പൊക്കിയെന്ന് വരാ. ഏതാ? സുവിശേഷത്തിനെതിരെ പഞ്ചായത്തിലും വാർഡിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപക്ഷെ കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ചില കോട്ടകൾ കെട്ടിപ്പൊക്കിയാൽ അതൊക്കെ കണ്ട് ചിരിക്കണം. എന്നാ ചിരിയാ? ചുമ്മാ വെടലച്ചിരിയല്ല. സദൃശവാക്യത്തിൽ പാപികാലം ഓർത്തവള് ആ ചിരിയായിരിക്കണം. ഒരു ദിവസം ഞാനിത് പിടിക്കും. എന്റെ ദൈവത്താൽ ഞാൻ മതിലിയാടിക്കിടക്കും. ഈ കോട്ടകളെ ഞാൻ പിടിച്ചടക്കും. ഇതിനകത്തുള്ളതിനെ ഞാൻ ആത്മാവിൽ നേടും. ഹല്ലേലൂയ. ഏത് കോട്ടയം കൊണ്ട് അവർ ചിരിക്കുക. അടുത്ത വാക്യം, അവർ മണ്ണ് കുന്നിച്ച് അതിനെ പിടിക്കും. മണ്ണ് കുന്നിച്ച് അതിനെ എന്ന് പറഞ്ഞ് ദേശം കൈവശപ്പെടുത്തുമെന്ന്. ദേശം കൈവശപ്പെടുത്തണം. കേട്ടിട്ടുണ്ട് പണ്ട് സൈമൺ സാറ് മേൽപ്പാടത്ത് ചെന്നപ്പോൾ ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് കെട്ടുവരമ്പേ കൊണ്ട് നടന്നപ്പോൾ കറുകപ്പുല്ലെ തട്ടി സാർ ഇങ്ങനെ ആഞ്ഞ് അയ്യോ സാറ് വീണോന്ന് കൂടെയുള്ള ശിഷ്യൻ ചോദിച്ചു. കുറമല്ല മത്തായിച്ചൻ ചോദിച്ചെന്നാ. അയ്യോ സാറ് വീണോ? എന്നപ്പോൾ മിണ്ടാതിരിക്കും മത്തായിച്ച, ഞാൻ ദേശം കൈവശപ്പെടുത്തുക എന്ന്. അങ്ങനെ ആ മേൽപ്പാടത്ത് വേല തുടങ്ങിയത്. ആ പോക്കിന് പോയി വൈവ ക്ലാസ് എടുത്തു. കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു. അവരെ പായ്പാട്ടാറ്റി സ്നാനപ്പെടുത്തി. ദേശം പിടിച്ചടക്കണം. ഹല്ലേലൂയ. ദേശത്തെ പിടിച്ചടക്കണം. അടുത്തത്, അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന്. ഇതാണ് കൽദയ ജാതിയുടെ വിശേഷതയാണ്. ഈ ജാതിയിൽ നിന്ന് അബ്രഹാമിന് ദൈവം വിളിച്ചു. അബ്രഹാമിന് ദൈവത്തിന് മനസ്സിലായി, ഇവനെ വിളിച്ചാൽ ഇവൻ മിടുക്കനാ. ദേശം കൈവശപ്പെടുത്തി ഇവൻ മുൻപോട്ട് പൊക്കോളും. ഇവൻ മണ്ണ് കുന്നിച്ചതിനെ പിടിക്കുന്നവനാ. ദൈവം തമ്പുരാൻ അങ്ങനെ ചുമ്മാ അളക്കാ വിളക്കാന്നിരിക്കുന്നതിനൊന്നും മേലേക്ക് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. കൈ പഠിക്കാതെ പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, ഹോത്രവും പറയും, ഉമ്മ ചളക്കാ വിളക്കാന്നിരിക്കുക. എന്നെടുക്ക എടീ, ഇതിനൊരു സാമർഥ്യമൊക്കെ ഈ ബൈബിളിലൊരു വാക്യമുണ്ട്. ഉപദേശം കൈമിടുക്കോടെ നടത്തിയെന്നൊരു വാക്യമുണ്ട്, ഇല്ലേ? കൈമിടുക്കോടെ ശുശ്രൂഷയ്ക്കൊരു, പിന്നെ അത് ദൈവകൃപയും കൊണ്ടുണ്ട്. ചില കല്യാണം നടത്തുന്ന കണ്ടാൽ തന്നെ നമുക്കങ്ങ് സങ്കടവും വരും. ചവോടക്കാരനെ പറയുകയും വേണ്ട. നാളെടുത്ത് മണ്ണ് വാരി നെഞ്ചത്തിട്ട് അയ്യോ എന്തൊരു. ഞാനിവിടെ ഉണ്ട്. ആ പിള്ളേർ നല്ല വൃത്തിയുള്ള തുണിയല്ല. അയാൾ നാട്ടിലൊരു പ്രമുഖനാണ്, പൗരപ്രമുഖനാണ്. മരിച്ചപ്പോൾ നല്ല കസകൻ്റെ തുണിയല്ല. ആ പിള്ളേർ എല്ലാം നല്ല ഉന്നതരാണ്. ഒത്തിരി ആൾ എന്നെ വിവരിക്കുന്നില്ല. നല്ല കസകല്ലായിട്ട് നല്ല വൃത്തിയായിട്ട് ഒരു ബോധക്കേടുള്ളവനാകൽ ഇത് അടക്കുന്നത് ആണെന്ന് ഞാനെന്നിപ്പോണ്ട്. ഒരു മര്യാദ വേണ്ടായോ? ആ പെട്ടി മൂടി കല്ലറയാന്നേ കല്ലറയിലോട്ട് വെച്ചു, കുഴിയാന്നേ കുഴിക്കകത്ത് വെച്ചെല്ലാം ക്രമപ്പെടുത്തി വെച്ചല്ലേ ഒരു നുള്ളു മണ്ണ് ഇടണ്ട. മണ്ണിടണമെന്നൊന്നും വേറെ ഒത്തിരി പ്രമാണമില്ല. പിന്നെ ശുശ്രൂഷയ്ക്കൊരു തന്മയത്വം, അതിന് എന്തേലും ഒന്നും ഇടണ്ടായോ? വേറെ എന്നെ എടുത്തിടാനാ? അതിനൊരു വാക്യവും കൂടെ ചേർത്ത് നിന്നെ പൊടിയിൽ നിന്ന്, അപ്പം വലിയ ശല്യമില്ലാതെ കാര്യം അങ്ങ് അതിനല്ലാതെ മണ്ണിട്ടെങ്കിലേ ഇത് പുള്ളി മേളിലോട്ട് പോകുകയുള്ളെന്നൊന്നും പ്രമാണം അങ്ങനൊന്നുമില്ല. അപ്പം ഞാൻ നോക്കി നിൽക്കുക, എൻ്റെ ദൈവമേ, പെട്ടി മൂടുന്നതിന് മുന്നേ ഇവിടുത്തെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇയാൾ മണ്ണാന്നേ പിന്നെ സഹിക്കാൻ ചെളി നടന്ന കാര്യമാണ്. ആ പിള്ള അതിലൊരു ചെറുക്കൻ രക്ഷിക്കപ്പെട്ടവനല്ല, ഒരാറടി പൊക്കമുണ്ട്. ഇല്ല നിൽക്കുക, വലിയ ദേശത്തെ ഉന്നതന്മാരാ. ഞാൻ ഓർത്തില്ല ഇയാൾ മണ്ണെടുത്ത്. എന്നാൽ ഇച്ചിരി ആ കാലിൻ്റെ അവിടെ ഇട്ട് ഇച്ചിരി ഇട്ടാൽ പോരെ. അയാൾ നെഞ്ചത്ത് ഇങ്ങനെ ഇട്ട് ദോശയ്ക്ക് മാവ് വരുത്തും പോലെ ഇട്ട്. യോ, ഞാൻ തമാശ പറഞ്ഞതല്ല, എൻ്റെ കണ്ണാലെ കണ്ട കാര്യമാണ് ഈ വിവരദോഷി. അപ്പം ആ ചെറുക്കൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എനിക്ക് മനസ്സിലായി മിക്കവാറും തല്ലുകൊള്ളാൻ. ഞാൻ 2 ചുവട് പുറകോട്ട് മാറി നിന്ന്, അഥവാ അടി വന്നാൽ വേറെ വഴി ഞാൻ നോക്കി തിട്ടപ്പെടുത്തിയാണ് നിന്നത്. പക്ഷേ നല്ല പിള്ളേരെ അടിച്ചൊന്നുമില്ല, തല്ലിയില്ല. അവസാനം ഈ നടത്തിപ്പുകാരൻ പറഞ്ഞു, ചുമതലപ്പെട്ടവർ വന്ന് മുഖം ഒന്ന് മൂടാൻ പറഞ്ഞപ്പോൾ ഈ ചെറുക്കൻ ഇങ്ങോട്ട് വന്ന്, ആ നല്ല തുണിയല്ലേ തുണി, ഞാനോർത്ത് വലിച്ച് മൂടാൻ പോവാന്ന്. ഇവൻ ആ തുണിയെ പിടിച്ച് ഒറ്റ ഞങ്ങളുടെ എല്ലാം കണ്ണി മണ്ണ്. നടന്ന കാര്യമാണ്.
നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല. അങ്ങനെ തുണി പിടിച്ചോട്ട് അരിശം കയറി നിൽക്കുക. തല്ലാൻ പറ്റുമോ ഉപദേശിമാരെ? അതിന് ചെയ്തതാ. എൻ്റെ കണ്ണിൽ ഇച്ചിരി വീണ്. ചിലക്ക് അതിനുള്ള പരിജ്ഞാനമൊന്നുമില്ല. എന്നാൽ ഇത് അറിവും പക്വതയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ? അത് ചെയ്യുകയില്ല. വിട്ടാക്കാം. ഇതിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. ശുശ്രൂഷയ്ക്ക് ഒരു തന്മയത്വം ഉണ്ടായിരിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവനെ വിളിച്ചാൽ ഇവൻ വിശ്വസ്തയോടെ നിൽക്കും. ഒന്ന്, കുടുംബം അംഗബലമുള്ളതാ, ഏകനായിട്ട് വിളിച്ചു. ജാതിയിൽ ശ്രേഷ്ഠന വിളിച്ചു വേർതിരിച്ചു. മാത്രമാണോ പട്ടണത്തിൽ ജീവിച്ചയാളെ കൽദിക പട്ടണത്തിൽ നിന്നാ ദൈവം വിളിച്ചു വേർതിരിച്ചു. മാത്രമാണോ മെസപ്പൊട്ടോമിയ എന്നാ ദൈവം രക്ഷിച്ച്. ലോക സംസ്കാരത്തിൻ്റെ അമ്മത്തൊട്ടില്ല മെസപ്പൊട്ടോമിയ. അത് കഴിഞ്ഞ് ആ സിന്ധു നദിയുടെ സംസ്കാരവും മോഹൻജിദാരോ ഹാരപ്പൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ എല്ലാം കളിത്തോട്ടിൽ മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അവിടുന്ന് ദൈവം വിളിച്ചത്. അപ്പം ദൈവം അബ്രഹാമിനെ വിളിച്ചു. ഞാൻ ചോദിക്കട്ടെ, കുടുംബം ശ്രേഷ്ഠം, ജാതിയിൽ ശ്രേഷ്ഠൻ, പട്ടണത്തിൽ ജീവിച്ചയാള്, സംസ്കാര സമ്പന്നമായ സ്ഥലം, വേറെ ഒത്തിരി ഉണ്ടോ എല്ലാം വിവരിക്കുന്നില്ല. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ ഉടനെ ഇറങ്ങാൻ കാരണം എഴുതിയിട്ടുണ്ട്. അബ്രഹാം തേജോമയനായ ദൈവത്തെയാണ് കണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 1-2 പെട്ടെന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 7:1-2. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഗം ചോദിച്ച അവൻ പറഞ്ഞു, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേട്ടുകൊള്ളുവി. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാന് വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊട്ടോമിയയിലിരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അവൻ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബമക വലുതായിട്ട് കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ കുടുംബത്തെ വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ ജാതിയുടെ ശ്രേഷ്ഠതയൊന്നും വലുതായി കണ്ടില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ പട്ടണത്തിലെ ജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. തേജോമയനായ ദൈവത്തെ കണ്ടപ്പോൾ അവൻ സംസ്കാരത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. എൻ്റെ ഭാഷയാ, ആത്മീക സംസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വിളിച്ച് ഇറങ്ങി. പക്ഷെ ഞാനെപ്പോഴും പറയും, ദൈവം വിളിച്ചത് അബ്രഹാമിനെയാ. അങ്ങനല്ലേ 7:1 ഇപ്പം വായിച്ചത്. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ അല്ല, ഇപ്പം വായിച്ചു നിർത്തിയത്. തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. എങ്ങനെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായെന്ന അങ്ങനെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അവന് പ്രത്യക്ഷനായി. അവൻ പ്രത്യക്ഷത കിട്ടിയാണ് ആർക്കാ? പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെട്ട് വിളി കേട്ട് അബ്രഹാം ഇറങ്ങി. പക്ഷെ നിങ്ങൾ വേറെ പുസ്തകം വായിച്ചാൽ ഇപ്പം യാത്രയുടെ കൺട്രോള് മുഴുവൻ വിളിയില്ലാത്തവനാ. അല്ല, നിങ്ങൾ വേറെ പുസ്തകം വായിച്ചാൽ അറിയാം, വിളിച്ചത് അബ്രഹാമിനെയാ. പക്ഷെ ലീഡിങ് ആരാ? വിളിയില്ലാത്ത മൂപ്പിലെയാ, വല്യപ്പനെ, അപ്പൻ. തെളിയിക്കാം വായിച്ച്. വചനത്തിൽ നാമ്പ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കുക. അതിനാ നിന്റെ ദേശത്തെയും അല്ലെന്ന് 11:27 മുതൽ വായിച്ചേ. ഉൽപ്പത്തി തെളിയിക്കാം. അബ്രാമിനെ നാഗോറിനെ കാരാന് ജനിപ്പിച്ചു. കാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ കാരാൻ തന്നെ ജന്മദേശത്ത് വെച്ച് കൽദരുടെ പട്ടണമായി ഊടി വെച്ചതിന്റെ അപ്പനാകുന്ന തേരകിന് മുന്നേ മരിച്ചുപോയി. അബ്രാമിന് നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറാ എന്നും നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേര്. മിൽക്കയുടെ ഇസ്കയുടെ പുത്ര ഹാരാന്റെ പുത്ര തന്നെയായിരുന്നു. അടുത്ത വാക്യം. സാറായി മച്ചിയായിരുന്നു, അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല. തേരക് തന്റെ മകനായ അബ്രാമിനെയും ശ്രദ്ധിച്ചേ തേരക് തന്റെ മകനാകുന്ന അബ്രാമിനെയും ഹാരാന്റെ മകനാകുന്ന തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായെ കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. എങ്ങനുണ്ട് പറഞ്ഞ ശ്രദ്ധിച്ചോല്ലോ. തേരക് ഇവരെ എല്ലാം കൂടെ കൂട്ടിയെന്ന്. വിളിച്ചതാരെയാ? അബ്രഹാമിനെ. വിളി കേട്ടവൻ മിണ്ടാ മേലാതെ നിൽക്കുക. വിളിയില്ലാത്ത അപ്പച്ചൻ. വിളിയില്ലാത്ത പുള്ളി ഇവരെ എല്ലാം കൂടെ കൂട്ടി കനാനിലോട്ട്. ആത്മീക ലോകത്ത് ഇതല്ലേ ഇപ്പം മിക്കയിടത്തും നടക്കുന്നേ. വിളിയുള്ള ഒറ്റ ഒരുത്തം മിണ്ടുന്നില്ല. മിണ്ടാനൊക്കെ അതിലെ ഗുണ്ടകളെല്ലാം കൂടി ഇത് കയറി. നിങ്ങൾക്കെന്നാ
ഉള്ള കാര്യമായി പറ. അടി ഉണ്ടാക്കുന്നവനും തെറി പറയുന്നവനും മക്കാണം ഉണ്ടാക്കുന്നവനും കേസ് കൊടുക്കുന്നവനും വഴക്കുണ്ടാക്കുന്നവനും പാര വെക്കുന്നവനും ടോർപ്പുട വെക്കുന്നവനും മുച്ചീട്ട് കളിക്കാരനും ഗുണ്ടായുസക്കാരും മട്ടാഞ്ചേരി നിറക്കിയ പിള്ളേരും പിന്നെ ചെങ്കൽ ചൂള ആണെന്ന് ഒന്നും അറിയാൻ മേല പാവത്തങ്ങൾ. എന്തായാലും പച്ചപ്പരമാർത്ഥികളെല്ലാം കൊച്ചറെ കൂടിയല്ലോ. ഞാൻ ഒരു സഭയോടോ ഒരു വ്യക്തിയോടോ ആമൻ ഉദ്ദേശിച്ചല്ലി പറഞ്ഞ പൊതുവിലാ പറയുന്നേ. എല്ലാ സഭയും കണക്കാ, എല്ലായിടത്തും കണക്കാ. കുറെ അസ്മാദികളുണ്ട് ഇപ്പം, വിളിയില്ലാത്തവന്മാരാ. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല, ദൈവപ്രമാണമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവർക്ക് കസേര സൂക്ഷിക്കണം, കസേര ഇരിക്കണം, ജാകുന്നത് വരെ കസേരയിലൊന്ന് ഇരിക്കണം. ഞാൻ ചത്തു കഴിഞ്ഞ എങ്ങനെയും ആട്ടിടാനാ പറയുന്നത്. കാഴ്ചപ്പാടില്ല. വിളി കേട്ടത് അബ്രഹാമാ, പക്ഷെ ലീഡ് ചെയ്യുന്നത് ഇപ്പൊ ആരാ? അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാ ദൈവം 12-ാം അധ്യായത്തിൽ വീണ്ടും പറഞ്ഞു, 12:1 യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്. വീണ്ടും പറയുക. ഇത് അപ്പോസ്തലപ്രവൃത്തി 7 ആദ്യം പറഞ്ഞതാ ഇറങ്ങാൻ. അപ്പൊ ഇറങ്ങിയപ്പോൾ ലോത്തുണ്ട് കൂടെ, അപ്പച്ചനും കൂടെയുണ്ട്. അപ്പച്ചനാ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന് മനസ്സിലായി ഇതെങ്ങനെ വിട്ടാ ഒക്കത്തില്ല. ഹാരാന് വന്നപ്പോൾ അപ്പച്ചൻ ഇത് സമാപ്തു പോവാ. അപ്പം 12-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞ അവറാച്ച ഇനി ദേശത്തെയും ചാർജ്, എന്നിട്ടും ചാർച്ച വിട്ടില്ല മിസ്റ്റർ ലോത്ത്. അതിൻ്റെയും പ്രശ്നം പിന്നെയും ഉണ്ട്. അട്ടെ, ഞാൻ വിവരിക്കുന്നില്ല, എടുത്ത ഭാഗത്തോട്ട് വരാൻ വേണ്ടിയാ. വിടേണ്ടതെല്ലാം വിടണേ. നമുക്ക് പെട്ടെന്ന് വരാം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിന് ഇസഹാക്ക്, ഇസഹാക്ക് എന്ന് യാക്കോബ്, യാക്കോബ് എന്ന് 12 പിതാക്കന്മാർ, ഗോത്ര പിതാക്കന്മാർ, രൂബൻ മുതൽ ബെന്യാമീൻ വരെ. ഇവർ യോസേപ്പിന്റെ കാലത്ത് മിസ്രൈമിലെത്തി 70 പേര്. അങ്ങനെ എഴുതിയേക്കുന്നത് ഉൽപ്പത്തി 46-ന്റെ 27, പുറപ്പാട് 1-ന്റെ 5, ആവർത്തനം 10-ന്റെ 22. പിന്നെ വായിച്ചു. അപ്പൊ 70 പേര് മിസ്രൈമിലെത്തി. ദൈവം തന്നെ ജനത്തെ വർദ്ധിപ്പിച്ചു. ഒടുവിൽ യോസേപ്പിനെ അറിയാത്ത പുതിയ രാജാവ് എഴുന്നേറ്റ് 1-ന്റെ 8 പുറപ്പാട് കഠിന വേല ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അറിയാമല്ലോ, ഊഴിയ വിചാരകന്മാർ ദണ്ണിപ്പിച്ചു. വൈക്കോല് കൊടുക്കാതെ ഇഷ്ടികയുടെ എണ്ണവും കൂട്ടി. അടിമ വേല നിമിത്തം നെടുവീർപ്പിട്ടു. ദൈവം തന്നെ ജനത്തിന്റെ കഷ്ടതയെ കണ്ടു. നിലവിളി കേട്ട് ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. പ്രാരംഭത്തിൽ 9 മാന വിട്ടിട്ടും ഫറവോന് മാനസാന്തരമില്ല. അതുകൊണ്ട് 10-ാമത്തെ മാന ദൈവം അയച്ചു. സംഹാരപാതയ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒരു കുഞ്ഞാടിനെടുത്ത് ചോരത്തളി ആചരിക്കണം. വിവരിക്കുന്നില്ല. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, യേശുവിന്റെ കാൽവരി മരണത്തിന് നടല. ഒറ്റ വാക്യ പറഞ്ഞാൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരും മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്നു. ചെങ്കടൽ സ്നാനമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. എല്ലാവരും മറുകര കയറി. അക്കരെ കയറിയ ദൈവമക്കൾ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. അതാ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ. ഓടിച്ച് മുമ്പോട്ട് പോവാ. 15-ന്റെ 1 മുതൽ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് കാരണം ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളി. ഈ താഴ്ത്ത പോലെ താഴ്ത്തി അന്ന് ഇവര് പാട്ട് പാടി. പിന്നെ യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത്. എല്ലാവരും പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചു. 20-ാം വാക്യം വന്നപ്പോ അമ്മാമ്മയ്ക്ക് ഉണർവുണ്ടായി. 20, 15, 20. മിരിയാം ആഗരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകിക്ക് അയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാരും കൂടെ തപ്പുകളോടും. അപ്പൊ ചുരുക്കി പറഞ്ഞ 15-ന്റെ 1 മുതൽ 15-ന്റെ 19 വരെ സഹോദരന്മാര് പാടി. 20, 21 അമ്മാമ്മയും സഹോദരിമാര്, സഹോദരി സമാജം അതും ബലപ്പെട്ടു. 22 അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് ചെങ്കടന്ന് പ്രയാണം ചെയ്തു. ശൂർ മരുഭൂമി ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയാറേ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല, കൈപ്പുള്ളതായിരുന്നു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ വൃക്ഷം കാണിച്ചവൻ ഇത് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമുള്ളതായി തീർന്നു. അവിടെ വെച്ച് അവനെ വരെ പരീക്ഷിച്ചു. ചട്ടവും പ്രമാണവും കൊടുത്തു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടവന് പ്രസാദമുള്ളത് ചെയ്യുകയും സകല കൽപ്പനകളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒറ്റ വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. 27-ാം വാക്യത്തിൽ പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരറോ 70 ഈന്തപ്പനയും വെള്ളത്തിനരികെ പാളയം ഇറങ്ങി. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, വായിച്ചങ്ങ് പോവുക. അത് കഴിഞ്ഞ് സീൻ മരുഭൂമിയിൽ കയറി. 16:1 പെട്ടെന്ന്. അവർ ഏലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ട് 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെയും ഏലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വന്നു. അപ്പൊ സീനിൽ വന്നു. അത് കഴിഞ്ഞ് രഫീദിമിൽ കയറി. 17:1. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത
പ്രയാണങ്ങളിൽ ആ. രഫീദീമിലെത്തി രഫീദിമിലെത്തി പാളയം ഇറങ്ങി. അപ്പൊ പാളയത്തിന്റെ കണക്ക് അവിടം വരെ വന്നു, രഫീദിമിലെത്തി. ഇനി അതിന്റെ ഓർഡർ കിടക്കുന്നത് സംഖ്യാപുസ്തകം 33:1 മുതൽ അറിയാമല്ലോ. വായിച്ചോ, ഒന്ന് തുടക്കം വിട്ടോ. സംഖ്യാപുസ്തകം 33:1 മുതൽ വായിര്. പിന്നെ വേഗത്തിൽ സമയം പോകുന്നു. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ പ്രയാണങ്ങളാവിത്. പിന്നെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതി വെച്ചു. താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താഴോട്ട് മിസ്രയീമിൽ റമസേസിൽ ഇറങ്ങി. റമസേസ്, സുക്കോത്ത്, ഏതാര, ബീദാര, ചെങ്കടല്, അക്കരെ, ശൂറ മരുഭൂമി, പാറാൻ മരുഭൂമി, സീൻ കായത്ത്, ഇങ്ങനെ ഓർഡറാ. ഇങ്ങനെ വന്ന് ഇവര് യോർദാന്റെ തീരത്ത് വന്നു. ഇതിനിടയ്ക്ക് അഹരോൻ മരിച്ചു ഹോർ പർവ്വതത്തിൽ, മിരിയാം മരിച്ചു കാദേശിൽ വെച്ച്, മോശ മരിച്ചു പിസ്ഗയുടെ മുകളിൽ. 3 പേരെയും അവൻ അടക്കം നടത്തി. അതിൽ മോശയുടെ അടക്കം ദൈവവും നടത്തി. എന്തോ അടക്കമാ, ഭയങ്കര അടക്കം. മോശയുടെ കൈക്ക് വെള്ളമൊടിച്ച യോശുവ നേതൃത്വത്തിൽ. ഇന്നാന്ന് നമ്മൾ ഗർശോമിനെ കയറ്റി ചെയ്യാനും, ഗർശോമല്ല, മോശയുടെ കൈക്ക് വെള്ളം ഒഴിച്ച യോശുവ. അതിന് കാര്യമുണ്ട്, കൂടാരം വിട്ട് പിരിയാതിരിക്കുക. മാത്രമല്ല മോശയുടെ പർവ്വതത്തിലോട്ട് കയറാനായിട്ട് ഒരു ഭാഗം വരെ എന്നെന്നാ. സ്തോത്രം. തന്നെയല്ല, മോശയും അഹരോനും ഹൂരും കൂടെ പർവ്വതത്തിൽ കയറിയപ്പോൾ യോശുവയെ പടക്കളത്തിലോട്ടും വിട്ടു. അപ്പോൾ അന്നേരം മനസ്സിലായി ശുശ്രൂഷയ്ക്ക്. പിന്നെ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്നു, യെരിഹോ കോട്ട പിടിച്ചു, ഹായി പട്ടണം പിടിച്ചു, ഗിബയോൻ നിവാസികളെ ഒതുക്കി ദേശം പകുത്തു. കനാന് കാലുകുത്തി മന്ന നിന്നു. സമാഗമന കൂടാരം ശീലോവിൽ സ്ഥാപിച്ചു. 18:1. ഇടയ്ക്കത്തെ എല്ലാം ഞാൻ വിടുക. വായിച്ചു 18. യോശുവ 18:1. ചടിയടാന്ന് വായിച്ചോണം, സമയം പോയി. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ സമാഗമന കൂടാരം കൊണ്ട് സ്ഥാപിച്ചു. ഓടിച്ച് അവസാനിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ ദേശത്ത് ഇവർ പാർത്തു. അപ്പോൾ ഇവർ ദേശത്ത് പാർത്ത് ദേശത്ത് നന്മയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. ശങ്കര, ഒക്കിനിയല്, എണങ്കയ്യൻ, ഏഹൂദ്, പിന്നെ ദബോര, ഇബ്സേന്, പിന്നെ താഴോട്ട് ഒത്തിരി ഉണ്ട്. ഗിദയോന്, ഇബ്താക്ക്, ബാരാക്ക്, ശിംശോൻ, ഏതാണ്ട് ശമൂവേൽ വരെ 18 ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ ശടിക്കുക, ഞങ്ങൾക്ക് രാജാവിനെ തരാൻ ഒന്ന് വേണമെന്ന്. പറഞ്ഞ പലമുണ്ട്, ജാതികൾക്കുള്ളതുപോലെ. അതാ, ഞങ്ങൾക്കൊന്ന് തരാം. അവിടെ എല്ലാം ഉണ്ടല്ലോ, അത് ഇവിടെയും കൂടെ. ഇപ്പം അവിടെ ഉള്ളതെല്ലാം ഇപ്പോൾ ഇവിടോട്ട് ആക്കുന്നല്ല, ആക്കിയല്ലോ. ഞങ്ങൾക്ക് രാജാവിനെ തരണം. ഇവർ ശടിക്കുക, ഞങ്ങൾക്ക് രാജാവിനെ തരണം. അപ്പം ശമൂവേലിന് വസനമായി. ശമൂവേൽ വസനപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ ശമൂവേലേ, നിന്നെ അല്ലടാ, അവരെന്നെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ശമൂവേലിനൊക്കെ മനോദുഃഖമായി. ദൈവത്തിന് മഹത്വം. കാരണം ഇവരുടെ രാജാവ് ദൈവമാ. ഇസ്രായേലിന്റെ രാജാവ് ദൈവമാ. ഒരു വാക്യം തെളിവിന് വായി, ഒത്തിരി വാക്യമുണ്ട്. തെളിവിന് പോന്നു അരിവന്തോന്ന് എല്ലാം പിടിച്ച് ഞെക്കണ്ടല്ലോ. ഒന്ന് മതി വായിക്ക്. ആവർത്തനം 33:5. 33:5 വന്നു. ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ, ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ, അടുത്തത് അവൻ യെശൂരിന് രാജാവായിരുന്നു. അവൻ യെശൂരിന് രാജാവായിരുന്നു. ആര്? ദൈവം. ദൈവമാണ് ഇവിടെ രാജാവ്. യെശൂരൻ ആരാ? യാക്കോബ്. ആവർത്തനം 33:26. പെട്ടെന്ന് വായിച്ചു. 33:26. യേശുവിന്റെ ദൈവത്തെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിന് അവൻ ആകാശത്തിൽ മഹിമയിൽ മേഘാരൂഢനായി വെളിപ്പെടും. പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശ്വാസന ഭുജം. യെശൂരിന്റെ ദൈവം. ആരാ യെശൂരൻ? 44:1-2 യെശയ്യാ പ്രവചനം. പെട്ടെന്ന് വായിച്ചോ. യെശയ്യാ പ്രവചനം 44:1-2-3. പെട്ടെന്ന്. രണ്ടാം വാക്യം വായിച്ചോ. ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഇപ്പോഴോ എന്റെ ദാസനാകുന്ന യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദാസനായ യാക്കോബേ, എന്റെ ദാസനാകുന്ന യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരൻ. അപ്പോൾ യെശൂരൂൻ യാക്കോബ്. യെശൂരൂൻ രാജാവെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ രാജാവ് ദൈവമാണ്.
ദൈവമായി ഇവരുടെ രാജാവ്. പക്ഷെ ഇപ്പൊ ഇവര് ദേശത്ത് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഭക്ഷണവും നല്ല വാർപ്പിളവും വെട്ടാത്ത കിണറും പണിയാത്ത വീടും ലഭിക്കാത്തതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവനെല്ലാം തീക്കൂത്തൽ തുടങ്ങി. അത് പഴയ ഭാഷയാ, തീങ്കുത്തൽ, തീറ്റിക്കുത്തൽ എന്നൊക്കെ പറയും. ഇവിടെ എന്തു വച്ചാ പറയുന്നത്? ചിലയിടത്ത് എല്ലിനിടയിൽ കയറി എന്നൊക്കെ പറയും. അത് വിരിക്കട്ടെ. ഗതികെട്ട് കിടന്നവനും അവൻ തെണ്ടി നടന്നവനെല്ലാം ദൈവം ഞാൻ സഹിതം, ഒന്നാം പ്രതി ഞാൻ. ഗതിയും ഗത്യന്തരമില്ലാതെ തെണ്ടിയൊക്കെ നടന്ന് ഒരു കണ്ണിന് പോലും ദയ തോന്നാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് കിടന്ന് എന്നെയും എന്നെ പോലുള്ള അനേകരെ ദൈവം തിരഞ്ഞെടുത്ത് അവൻ ഇവിടെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ വാക്യം, യശൂരൂൻ പുഷ്ടി വെച്ച് ഉതച്ചെന്ന്. അങ്ങനെ വാക്യം. യശൂരൂൻ ഉതച്ചു കഴിഞ്ഞപ്പോ ഇവന്മാര് പറയാ ഞങ്ങൾക്കൊരു രാജാവിനെ തരാൻ. ജാതികൾക്കുള്ളത് പോലെ നമ്മളും ഇപ്പൊ അങ്ങനല്ലേ പറഞ്ഞു, നമുക്ക് MLA വേണം, MP വേണം. എന്നാത്തിന്? എന്തിനാ നമുക്ക് MLA വേണം, MP വേണം? എടാ പൊട്ടങ്കണാപ്പാ, ഇവിടെ MLA നമുക്ക് MLA MP വേണ്ട. നമ്മുടെ രാജാവ് സ്വർഗത്തിലാ, നിന്നെ ഭരിക്കുന്നത് ദൈവമാ. അതുകൊണ്ട് ഇവിടെ ആര് ഭരിച്ചാലും നീ പ്രാർത്ഥിച്ചാൽ ഭരിക്കുന്നവനോട് ദൈവം ഇടപെടും. കോരശിന്റെ മനസ്സിനെ ഉണർത്തിയവനാ ദൈവം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോല ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. ഞാൻ പെട്ടെന്ന് നിർത്താം. ദൈവത്തിന് മഹത്വം. നമുക്ക് MLA വേണ്ട, MP വേണ്ട, നമുക്ക് ദൈവം മതി. അപ്പൊ MLA MP ഭരിക്കട്ടെ. നീ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഉള്ളത്തോട് ദൈവം ഇടപെടും. പിണറായിയുടെ ഉള്ളത്തോട് ദൈവം ഇടപെടും. നരേന്ദ്രമോദിയുടെ ഉള്ളത്തോട് ദൈവം ഇടപെടും. അമിത്ഷായോട് ദൈവം ഇടപെടും. ഓരോ രാജ്യത്തുള്ള അധികാരികളോട് ദൈവം ഇടപെടും. ദൈവത്തിന് യാതൊരു കുഴപ്പവുമില്ല, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എടാ OP ത്യാഗിയുടെ ബില്ലിനെ അഴിച്ചു മാറ്റിയവനാ ദൈവം. ഹല്ലേലൂയ. രാജാക്കന്മാരെ വാഴിക്കുന്നവനും നീക്കുന്നവനും ദൈവമാ. ഇത് ആവശ്യമില്ലാത്തത് ജനത്തിനിട്ട് കൊടുത്താൽ ജനം കടന്ന് ഉഴയുവന്ന്. ദൈവത്തിൽ ശരണപ്പെട്, ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവത്തെ ഭജിക്ക്. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാ. ഓടിച്ചു പറയാ, ഇവര് രാജാവിനെ ചോദിച്ചു തരാൻ അമ്പരാമൻ കൊടുത്തു. നല്ല മനസ്സോടെ കൊടുത്തതാണോ? ശേലായി. ഇങ്ങനെ അടിച്ചെന്ന കോപത്തിൽ കൊടുത്തെന്ന്. ഹോശയ 13:11 എല്ലാം എടുക്കാൻ നേരമില്ല. എങ്ങനെയാ രാജാവിനെ കൊടുത്തെന്ന്? എഫ്രൈം സംസാരിച്ചപ്പോൾ 13:11 എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ. അപ്പൊ ഈ രാജാവിനെ കൊടുത്തത് സന്തോഷത്തോടല്ല. ഇടയ്ക്ക് കയറി പറയാം, മേടിച്ചതും കിട്ടിയതെല്ലാം പുള്ളി നല്ല മനസ്സോടെ തന്നതല്ല. നമ്മളിതെല്ലാം കിട്ടി വെച്ച് നമ്മളിവിടെ കിടന്ന് അലറുക, തന്നു ഹല്ലേലൂയ ചോദിക്കുന്നതിന്. നല്ല മനസ്സോടല്ല പലതും തന്നത് അല്ലെന്ന്. അതിനൊരു വാക്യം തരാം, ഒരു വാക്യം. ഒത്തിരി ഉണ്ട്, ഒരു വാക്യം. ചില പറയത്തില്ലേ, ഞാൻ ചോദിച്ചതല്ല എൻ്റെ ദൈവം. ടിക്ക മുഴുവൻ ടിക്ക കിട്ടിയതിനല്ല, എല്ലാത്തിനും ചോദിച്ചതെല്ലാം ദൈവം തന്നു. ഹല്ലേലൂയ. കിട്ടാത്തവർക്ക് സങ്കടവും ഉടനെ കിട്ടാത്തവരോട് കിട്ടിയവര് വിശ്വസിക്കണം. അമ്മാമ്മേ ഇതിൽ കൂടുതലും നല്ല ലില്ലി ആഴമായി അല്ലേ, നിനക്ക് തന്നതെല്ലാം ദൈവം സന്തോഷത്തോടെ തന്നതല്ല, കോപത്തിൽ തന്നത് ഒത്തിരി സാധനമുണ്ട് ഉണ്ടെന്ന്. ഒരു വാക്യം തരാം. ചില സാക്ഷി പറയത്തില്ല, ഞങ്ങൾ ചോദിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു. നല്ല സാക്ഷ്യമാണ്. എനിക്ക് അങ്ങനത്തെ സാക്ഷി കേൾക്കുമ്പോൾ മെപ്രാളമാണ്. ചോദിച്ചതെല്ലാം പുള്ളി തന്നെന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്കങ്ങ്, ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ചോദിച്ചതെല്ലാം ദൈവം തന്നപ്പോൾ തനിക്കെന്നാ ഇത്ര വെപ്രാളം? ചോദിക്കുന്നില്ലെങ്കിലും ചോദിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നപ്പോൾ തനിക്കെന്നാ ഇത്ര? മുഖം കാണുമ്പോൾ അറിയാം ചോദിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം മറുപടി, എനിക്ക് വെപ്രാളമുള്ളത് നിങ്ങളോട് ഒന്നും എതിരുണ്ടായിട്ടല്ല, വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ്. അതാ എനിക്ക് വെപ്രാളം. ഒരു വാക്യം വായിച്ചേ, 106 സങ്കീർത്തനത്തിൻ്റെ 15 വായിച്ചേ.
പെട്ടെന്ന് വായിര്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇങ്ങോട്ട് നോക്കിയേ എല്ലാരും നോക്കിയേ, നല്ല വാക്യമല്ലേ. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇവരും ചോദിച്ചത് രാജാവിനെ തരാൻ കൊടുത്തില്ലേ? അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതാ നല്ല വിടുതലിന്റെ സാക്ഷ്യമാ. പക്ഷേ അടുത്ത വാക്യവും കൂടെ വായിച്ചേ. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയമയച്ചു. അതാ എനിക്ക് വെപ്രാളം. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അടുത്ത വാക്യവും കൂടെ വായിച്ചോണ്. എങ്കിലും പ്രാണന് ക്ഷയമാ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ദൈവമക്കളെ, ഒരു കാര്യം പറയാ, നീ ചോദിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും നിന്റെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. നീ ചോദിച്ചതിനെല്ലാം നീക്കുപോക്ക് വന്നില്ലെങ്കിൽ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോ, എന്റെ ദൈവമേ, എന്റെ പ്രാണന് ക്ഷയമുള്ളതൊന്നും എനിക്ക് വേണ്ട. അല്ല, ഒന്നുകൂടെ തെളിച്ച് പറയാ, എന്റെ ആത്മീയത്തിന് ഭംഗമുണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട. അല്ല, എന്റെ സഹപാഠന്മാരോട് പറയാ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന, മങ്ങൽ വരുത്തുന്ന ഒന്നും നമുക്ക് വേണ്ട. കോപത്തിൽ രാജാവിനെ ചോദിച്ചു, രാജാവിനെ കൊടുത്തു. അതുകൊണ്ട് തന്നെ സംഭവിച്ചു. അങ്ങനെ തന്നെ ദൈവം നീക്കി. ശൗലിന്റെ മരണം, ധാരണ മരണം ഒന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. ആത്മഹത്യ ചെയ്യാൻ നോക്കൂ, ടൊക്കാതെ വന്നപ്പോൾ അമാലേക്കം കയറി വെട്ടിക്കൊന്ന വാക്യങ്ങളെല്ലാം ശൗമേന്റെ 1-ാം പുസ്തകം 31, 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ ഈ പോട്ട് വായിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ നോക്കി, പക്ഷേ ജീവൻ പോയില്ല. അവസാനം അമാലേക്കം കയറി പ്രമാണം തെറ്റിയാൽ ചാകാൻ നോക്കിയാൽ പോലും ഒക്കുകയല്ല. പണ്ടെടുത്തും ചാകാൻ റെയിൽവേ പാളത്തിൽ തല വെച്ച് കുറച്ച് കഴിഞ്ഞാൽ തല പോകുന്നില്ല. നോക്കിയപ്പോൾ ട്രെയിൻ വേറെ പാളത്തിൽ. ഒക്കുന്നില്ലെന്ന്. ശൗല് മരിച്ചത് അങ്ങനെ. എന്നാ ശൗല് മരിക്കാൻ കാര്യം? 10-ന്റെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 10-ന്റെ 13. വേഗത്തിൽ നിർത്താം. എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത് മുമ്പേ വായിച്ചത്. അത് കുഴപ്പമില്ല, വേദപുസ്തകമല്ലേ, നമുക്ക് ഇതൊന്ന് വായിക്കാം. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും 2 യഹോവയുടെ വചനം പ്രമാണിക്കയാലും 3 വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. പ്രമാണത്തിൽ നിന്നില്ല, ആ ആള് പോവും. ശൗല് മരിച്ചപ്പോൾ ദൈവം ദാവീദ്, ഇടയ്ക്കത്തെ എല്ലാം നിർത്തുക, ദാവീദിനെ കയറ്റി. ദാവീദിനെ ശൗലിന്റെ കാലത്ത് ഇതൊന്നും ശരിയല്ല. ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒന്നും പുള്ളിക്ക് ഇതൊന്നും വിജയമല്ല. പുള്ളിക്ക് എവിടെയെങ്കിലും പോയി ഇങ്ങനെ കാറ്റുകൊണ്ട് സുഖം അനുഭവിക്കണം. എപ്പോഴും ടൂറാ. ഒരു വാക്യം വായിച്ച 14-ന്റെ 1-ഉം 2-ഉം വല്ല വചനമുണ്ടെന്ന്. വചനത്തിൽ നിന്നല്ലയോ? അല്ലല്ല, ശൗമേലിന്റെ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിരെ. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനോട് വരിക, ബാല്യക്കാരനോട് വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. അപ്പനോട് പറയാൻ അപ്പനോട് പറയാഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ 18-ന്റെ 10 വായിച്ചേ. 18:10 പെട്ടെന്ന് വായിര്. പിറ്റന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. ദുരാത്മാവിരിക്കുന്ന ഈ ഇങ്ങേരോട് എന്തെങ്കിലും പറഞ്ഞ കേൾക്കുവോ? പിന്നെ അടുത്ത വാക്യം വായിര്. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞതൊക്കെ വേറെയാ. നമ്മളവർക്ക് മറുഭാഷയാണ്. മറുഭാഷയാ, പക്ഷെ ഇത് മറുഭാഷയല്ല, അസ്തോദ്യ ഭാഷയാ. ഇങ്ങനെ ഈ വേണ്ടാതീനം പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന പുള്ളിയോട് പറഞ്ഞിട്ട് വലിയ കാര്യവും. നിങ്ങൾ ഇന്ന് എന്നോട് ക്ഷമിക്കണം, ഞാൻ തോമച്ചായ വാച്ചൊന്ന് കാണിച്ചു. 9 ഉള്ളൂ. അന്നാ സമയമുണ്ട്. പിന്നെ നിങ്ങളിവിടെ കിടന്ന് മുരടിയപ്പോൾ ഞാൻ ഓർത്ത് സമയം. നിങ്ങളെന്തുവാ പറഞ്ഞു? ഞാനോടത്ത് സമയം ഒന്നും ആയില്ല, 9 ഉള്ളൂ. ഇന്നേ നമ്മുടെ സെൻട്രൽ കൺവെൻഷൻ നമ്മുടെ ദൈവമക്കളല്ലേ, അതുകൊണ്ട് വചനത്തിന്റെ ചുറ്റാകൊന്നിരിക്കാം. വചനം വെളിപ്പെടട്ടെ. ദൈവവചനത്തിന് ബന്ധനമൊന്നുമില്ല, അത് വേഗത്തിൽ ഓടുന്ന വചനമാണ്. ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ കർത്തദാസന്മാരൊക്കെ നന്നായിട്ട് വചനം. അതുകൊണ്ടാണ് ഞാനെങ്കിൽ ഈ റൂട്ട് കുഴപ്പമില്ലല്ലോ, അങ്ങോട്ട് പോട്ടെ,
പണ്ടൊരാൾ പറഞ്ഞ പോലെ ജിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ പോട്ടെ. ദൈവത്തിന് മഹത്വം. യോനാഥാൻ ആയുധവാനോട് പറയാ, വരിക, നമുക്ക് ഫെലിസ്ത്യ പട്ടാളത്തിലോട്ട് പോകാം. അപ്പനോട് പറഞ്ഞില്ല, പറയാതെ തന്നെ കാര്യം. അയാൾ ഭൂതം കയറി നൊരയും പതയും ചാടി ഇരിക്കുക. പിന്നെ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ പുള്ളിക്ക് അല്പം, അതാ ചെല്ലു പറഞ്ഞു, ഇന്നത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം ഉണ്ടെന്ന്. പുള്ളിക്ക് ഒരല്പം അത്രയൊക്കെ ഉള്ളിനി. അതുകൊണ്ടല്ലയോ മരണം ധാരണ മരണമല്ലേ. ശമൂവേൽ മരിച്ചപ്പോൾ ദാവീദ് വിലാപകാവ്യം പാടിയല്ലോ, വായിച്ച്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 1:17 മുതൽ വായിര്. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി അവനെ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്തത് ഇസ്രായേലെ നിന്റെ വിലാപകാവ്യമാ കേട്ടോ. ധനുർഗീതം വിലാപകാവ്യമാ, അത് അങ്ങനെയാ ചൊല്ലേണ്ടത്. ഇസ്രായേലേ നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഗതന്മാരായി പട്ടുപോയതെങ്ങനെ. ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുത്, പെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്, അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയുമരുത്. ഗിൽബോവ പർവ്വതങ്ങളെ നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാട് ദിനങ്ങളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞ് കളഞ്ഞത്. ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. അപ്പൊ ശൗലിന്റെ തൈലാഭിഷേകം, ശൗലിന്റെ മരണം ധാരണ മരണമാ. എങ്ങനെയാ മരിച്ചെന്ന് ശൗമന്റെ 1-ാം പുസ്തകം 31:1 ഓടിച്ചു പോയി. അതിലെ സമയം പോയി 31:1 മുതൽ വായിര്. ഇന്ന് നമുക്ക് വചനത്തിന്റെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി. നിഗതന്മാരായത് ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരാകുന്ന യോനാഥാൻ, അബീനാദാബ്, മൽക്കീശുവ എന്നിവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് കൊന്നു. ഫെലിസ്ത്യർ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, അബീനാദാബ്, മെല്ലിശൂവ എന്നിവരെ കൊന്നു. പിന്നെ എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികളെ അവനെ ദൃഷ്ടി വെച്ചു. വില്ലാളികളെ അവൻ വിഷമത്തിലായി. ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മകൾ എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിന് ചെയ്യുന്നതിന് നിന്റെ വാളൂരി എന്നെ കുത്തുകാന്ന് പറഞ്ഞ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. അടുത്ത പദം, ശൗൽ മരിച്ചു എന്നവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും പോയി. അങ്ങനെ തന്നെ ഈ ശൗമന്റെ 1-ാം പുസ്തകം പഠിച്ചാൽ വാള് പിടിച്ച് വീണ് മരിച്ചെന്ന് തോന്നും. അങ്ങനല്ല. ഇനി 2-ാം പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിരം. അപ്പൊ കുറച്ചുകൂടെ മരിക്കുകയും ദാവീദ് അമാലേക്യരെ സംഹരിച്ചു മടങ്ങി വന്നു. സിക്ലാഗിൽ വെച്ച് 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിന്റെ പാളയത്തിൽ നിന്ന് വന്നു. ദാവീദിന്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു ചോദിച്ചാൽ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുക എന്നവൻ ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം, ദാവീദ് അവനോട് കാര്യം എന്തായി പറയാന്ന് പറഞ്ഞത്. അവൻ പറഞ്ഞത്, ജനം പടകിൽ തോറ്റോടി, അനേകർ പടകിൽ പട്ടുപോയി. ശൗലും എന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയി എന്ന് ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാലിക്കാണ്ട് ദാവീദ് ശൗലും അവന്റെ മകൻ യോനാഥാനും പടകിൽ പട്ടുപോയത് എങ്ങനെയെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാലിക്കാരൻ ശൗലിനോട്, ദാവീദിനോട്, ഞാൻ എതിർച്ചിയ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തെ ചാരി നിൽക്കുന്നതും. പറയാം ഈ അരമനയ്ക്കകത്തിരുന്നപ്പോഴെല്ലാം കുന്തം എടുത്തോണ്ടായിരുന്നു. അരമനയ്ക്കകത്തിരുന്നപ്പോഴല്ല. അവൻ ദൈവം കുന്തത്തെ കയറ്റി. അരമനയ്ക്കകത്തിരിക്കുമ്പോൾ കുന്തമല്ല എടുക്കേണ്ടത് തന്നെതാ. ഒരുവൻ രാജാവായാൽ രാജാവ് ചെയ്യേണ്ട കടമയുണ്ട്, രാജധർമ്മം. വായിക്കേ, ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 14 മുതൽ. ആവർത്തനം 17-14. പെട്ടെന്ന് വായിച്ചോ, എല്ലാം വചനത്തിൽ നിന്നാ. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് വലത്ത് വശത്ത് താഴെ. പെട്ടെന്ന് വായിര്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതന്റെയോ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപ്പാർത്ത ശേഷം എന്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാനൊരു രാജാവിനെ എന്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ
നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത രാജാവിനെ. അടയിൽ വായിച്ചു കളയാൻ നേരമില്ല. അപ്പം അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, രാജധർമ്മത്തിൽ ഒരു പദം. അവനെ ലേവ്യരാകുന്ന പുരോഹിതന്മാരെ വിളിച്ചു കൂട്ടി ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് സൂക്ഷിക്കണം, കയ്യിൽ വേണം. ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി അതിന്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. പകർപ്പ് കൈ വെക്കണം. ഇത് ന്യായപ്രമാണത്തിന്റെ പകർപ്പ് കയ്യിലില്ല, കൈ മുഴുവൻ ഈയിടെ ഞങ്ങളുടെ അവിടെ വന്ന് കർത്തദാസം പറഞ്ഞപ്പോൾ ഞാനും കടവെടുത്ത് പറയാ, ആ കൊട്ടാരത്തിലോട്ട് നോക്കി എത്ര തോളയാ. ശൗലിന്റെ അരമനയ്ക്കകത്ത് മുഴുവൻ എന്നാ ഒത്തിരി കുത്തി ഉന്നവില്ല, ഒന്ന് കുത്തുന്ന ഭിത്തി മുഴുവൻ. ഇപ്പൊ അതൊരു ഡിസൈനായി, പുതിയ മോഡലാണ്. ഇയാൾക്ക് ഭൂതം കയറി കുത്തുന്നതാ അത് മുഴുവൻ. പക്ഷെ അഭിഷേകമുള്ള ദാവീദ് ഒത്തിരി ഒന്നും പറഞ്ഞില്ല, ഒറ്റ കല്ലുകൊണ്ട് സഞ്ചിക്കകത്ത് കൈയിട്ട് കല്ലെടുത്തുടനെ എറിഞ്ഞില്ല. ഒരു പദമുണ്ട്, കല്ലെടുത്ത് വീശി, അങ്ങനെ എഴുതിയേക്കുന്നത്. കല്ലെടുത്ത് നമ്മൾ വന്ന് എടുത്ത ഉടനെ സ്പർശിക്കുന്നത്, വന്നിരിക്കുന്നില്ല, തലയെ തുണിയിടുന്നതിന് പിന്നെ ആട്ടി ഊപ്പാട് വരിക. ദാവീദ് അങ്ങനല്ല, കല്ലെടുത്ത് കവണയും വെച്ച് വീശി, അങ്ങനെ അടിച്ചേക്കുന്നത്. വീശി ഉന്നം പിടിച്ചു, ഫെലിസ്ത്യന്റെ തിരുനെറ്റിക്കിട്ട് സൂക്ഷ്മ നെറ്റിക്ക്. ഈ പുള്ളി കുത്തിയത് മുഴുവൻ ഭിത്തിയില്ല. അഭിഷേകം പോയാൽ ഒറ്റ കുത്തുകൊള്ളുകയല്ല, ദൈവത്തിന് മകൻ. അതുകൊണ്ട് ആ കുന്തത്തിൽ തന്നെ കേറ്റി. വാളെടുക്കുന്നവൻ വാളാലെ, കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, നീര് വിതച്ചാൽ നിനക്ക് 100 മേനി നീതി കൊയ്യാം. ഇപ്പൊ ചില അമ്മമാർ എന്നോട് പറയുന്ന ഭാഷയെ മരുമകൾക്ക് ഇഷ്ടമല്ല, പിള്ളേരെന്നെ അന്വേഷിച്ച്. തള്ളേ, നിങ്ങൾ നിങ്ങളുടെ തള്ളേനെ അമ്മായി അമ്മയെ അന്വേഷിച്ചതാണോ? നീ ഇപ്പൊ കിടന്ന് മോങ്ങാറേ. ഇതൊന്നും കേട്ടാ ഇളകുകയല്ല. നീ നിന്റെ തള്ളയനെ അമ്മായി അമ്മേനെ അന്വേഷിച്ച തള്ളയാണെങ്കിൽ മക്കൾ അഥവാ നോക്കിയില്ലെങ്കിലും ദൈവം ദൂതനെ വിട്ട് നിന്നെ സംരക്ഷിക്കും. നീ അന്നും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച തള്ളയെ നീ അനുഭവിച്ച് കുഴഞ്ഞ് നീ മൂക്കുകൊണ്ട് നീ വരയ്ക്കുന്നുണ്ടല്ലോ. വിതയ്ക്കുന്നത് കൊയ്യും. എനിക്കറിയാം, സഭയ്ക്കകത്ത് ഉപദേശിമാരെ വിറപ്പിച്ച് അപ്പച്ചന്മാരുണ്ട്. അവരുടെ മക്കളെ സുവിശേഷ വിലർക്ക് അവന്മാരിപ്പോൾ കിടന്ന് കുഴയ്ക്കുക. അവിടെ ഈ ഒരപ്പച്ചനാ ഉപദേശിയെ വിളപ്പിച്ച് ഇവൻ ചെന്നപ്പോൾ അവിടെ 3 എണ്ണം ഇരിക്കുക, ത്രിമൂർത്തികൾ. ഇവനെ എരി പോരിക്കകത്ത് എന്നിട്ട് ഇവൻ പറയാം, പപ്പ അവിടെ വലിയ പോരാട്ടമാണ്. ഈ പപ്പ വലിയ വാറതാനായിരുന്നു പണ്ട്. ഇവിടെ ഒരു വാറതാമുക്കുണ്ടല്ലോ, ഇവിടെ കണ്ടോ അവിടെ. അതുകൊണ്ട് അതെനിക്കാ പിന്നെ നല്ല പ്രയോഗം. വിതയ്ക്കുന്നത് കൊയ്യുമെന്ന്. നീ നീതി വിതച്ചാൽ 100 മേനി നീതി കൊയ്യാം. ഒടുവിൽ കുന്തത്തിൽ കയറി ചാത്തു. ആ ശൗല് മരിച്ചപ്പോൾ ദാവീദ് വിലാപകാവ്യം പാടിയതാ. അവൻ യഹൂദ മക്കളെ ധനുർഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലെ, നിന്റെ പ്രതാപമായവൻ ഗിരികളിൽ നിഗതന്മാരായി പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോൻ വീതികളിൽ. അതെന്നെ അങ്ങനെ പറഞ്ഞത്. ഗത്തിലും അസ്കലോനിലും ഒക്കെ പണ്ട് ശൗല് ജയമെടുത്ത സ്ഥലമാണ് ഇറങ്ങിയ കാലത്ത്. അപ്പോൾ അവർ കേൾക്കരുത്, അച്ചായൻ ആത്മഹത്യ ചെയ്യാൻ നോക്കൂ, ടൊക്കാതെ വന്നപ്പോൾ അമാലിക്ക് വെട്ടിക്കൊന്നെന്ന് അവരാരും പേപ്പറിൽ കൊടുക്കാൻ. കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് തന്നെ നമ്മളങ്ങനെ. ബെയൂല തീരത്ത്, പിന്നെ ബെയൂല, ഈ നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ചില പദങ്ങൾ അത് നാട്ടുകാർക്ക് അറിയത്തില്ല. എന്നോട് ഓരോ ഓട്ടം തികച്ചു. അപ്പോൾ ഒരു രക്ഷിക്കപ്പെടുന്ന പുള്ളി സ്പോർട്സിലായിരുന്നോ എന്ന് ചോദിച്ചു. അവൻ അറിയത്തില്ല, ഒരു ഹിന്ദുവാ, അവൻ അറിയത്തില്ല. അപ്പം അവൻ പുള്ളി, പക്ഷേ പുള്ളി എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവനോട് നമ്മൾ ഇനിയും പിന്നെ ഒന്നേ തുടങ്ങണം, ഇല്ലേ? നമുക്കങ്ങനെ ചിലവുണ്ട്. അതുപോലെ കുഞ്ഞാടിൻ്റെ കല്യാണം, ഇയോട് ഇവർ ആട്ടുംകുട്ടിയെ വരെ. അപ്പം ഇത് വിശദീകരിച്ചല്ലേ കൊടുക്കണം, നമുക്കത് നോക്കുന്നില്ലല്ലോ. അപ്പം ഈ നമുക്ക് ചില പദങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ. ശൗല് ദാരുണമായി മരിച്ചു. ശൗല് മരിച്ചപ്പോൾ ദാവീദ് വിലാപകാവ്യം പാടി. ചുരുക്കി പറഞ്ഞാൽ ശൗലിനെ ദൈവം നീക്കി ദാവീദിനെ തെരഞ്ഞെടുത്തു. ദാവീദിന്റെ കാലത്താണ് എല്ലാത്തിനും ഓർഡറായത്. എല്ലാം വായിപ്പിക്കുന്നില്ല. മില്ലോ പണിതു, സംഭാരനഗരം പണിതു, കോട്ട പണിതു, ആഭ്യന്തരത്തെ സുസജ്ജമാക്കി, ആരാധനയ്ക്ക് ക്രമീകരണം വരുത്തി.
ആരാധനയ്ക്ക് ശൗലിന്റെ കാലത്ത് ആരാധനയൊന്ന് പുള്ളി ഇങ്ങനെ മിക്രോനി മാതളനാരകത്തിന് കീഴിലെന്നാ. ആ 14 വായിച്ച് ശൗമേലിന്റെ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ച് മിക്രോനിൽ എന്തൊടുക്കുകയായിരുന്നു? മാതളനാരകത്തിന്റെ കീഴ്. വായിരേ. ഒരു ദിവസം ശൗലിന്റെ മകൻ ഓടിച്ചു വായിരേ. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞിരുന്നില്ല. മിഗ്രോനിലെ മാതള നാരകത്തിന് കീഴിൽ ഇരിക്കുകയായിരുന്നു. പുള്ളി ഇപ്പം മാതളത്തോടും ഒക്കെ തേനിനകത്ത് ചാലിച്ച് മുഖത്തെ പാടുമെല്ലാം മാറാൻ തേച്ച് പെർഫ്യൂമും പിന്നെ ഫെയറാൻ ലൗലി. ഇപ്പൊ എന്നാന്നറിയാൻ മേല, പണ്ടൊക്കെ അങ്ങനെ ഫെയറാൻ ലൗലി. പെലിസന് വന്ന് പാളയം അടിച്ച് കിടക്കാം. എന്നാലും ഇയാള് ഫെയറാൻ ലൗലിയും തേച്ചോണ്ട് പെലിസ്ത്യര് വന്ന് പാളയം അടിച്ച് കിടക്കുക ഇസ്രായേലിനെ ഒതുക്കാൻ. അന്നേരം ഇയാൾ മാതളപ്പഴം തിന്ന് മാതളത്തിൻ്റെ ജ്യൂസ് ഷാർജ ഷെയ്ക്ക് കൊണ്ടുവന്നു. അവരിങ്ങോട്ട് വന്നാൽ നല്ല ഷെയ്ക്കായിരിക്കും മിക്കവാറും, പിന്നെ ശരിയാക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ ദാവീദിന്റെ കാലത്ത് ആ ഓർഡർ വരുത്തിയത് എല്ലാം ഓർഡറാക്കി ആരാധന ക്രമീകരണം വരുത്തി. സംഗീതക്കാരെ നിയമിച്ചു. സംഗീതക്കാർ വേണം. സംഗീതക്കാർ തലവൻ യാസാപ്പ് 16:4 പെട്ടെന്ന് വായിച്ചോ. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം 4-ാം വാക്യം. പാട്ടുകാരെ ക്രമീകരിച്ചു. തലവൻ ആസാപ്പ്. വായിരേ. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. അല്ലാതെ ഗുണം പിടിക്കാത്തവനെ അല്ല. മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു മാത്രമാണോ തിരുമേശയും കൂടെ എടുക്കണം. അങ്ങനെയുള്ളവർ ശുശ്രൂഷ ചെയ്താൽ മതിയെന്ന്. ആരോട് പറയാൻ? ഏതപ്പാ ഗോതമംഗലം. ഇതിനൊക്കെ പ്രമാണം ലേവരിൽ നിന്ന് എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ലേവിക്ക് ദൈവം ഇത് കൊടുത്തതല്ലേ. അയ്യോ, പിന്നെ ലേവിയ ദൈവം പ്രത്യേക അഭിഷേകത്തോടെ അങ്ങോട്ട് നിർത്തി. ആവർത്തനം 33:8 അതിൻ്റെ പ്രമാണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ വചനം കാത്തു. അതുകൊണ്ടാണ് അവനെ ശുശ്രൂഷയ്ക്ക് എടുക്കുന്നത്. 33:8 വായിര്, പെട്ടെന്ന് വായിര്. ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത് പടിനിമിത്തന്റെ മധ്യസ്ഥനാകുന്ന മോശ മരിക്കുന്നതിന് മുമ്പ് അന്ത്യവചനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെ സമുച്ചയങ്ങള് പേര് പറഞ്ഞ് ഗോത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആശീർവദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ ലേവിയെ പണ്ട് ഗോത്രപിതാവ് പ്രാഗി ഇവനെ പരിവക്കേടാക്കി വെച്ചതാ. എന്നാൽ ലേവി ശുശ്രൂഷയിൽ ശോഭിച്ചപ്പോൾ ആ ശാപത്തെ അനുഗ്രഹമാക്കിയിട്ട് പടിനിമിത്തന്റെ മധ്യസ്ഥനാകുന്ന മോശ ഇവനെ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് തെരഞ്ഞെടുത്ത കാര്യമാണ്. 8-ാം വാക്യം ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത് നിന്റെ തുമ്മയും ഊറിയും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഈ ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് നിന്നപ്പോൾ അപ്പനെന്നോ അമ്മയോ ഒന്നും നോക്കിയില്ല. ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ ഏട്ടനാണോ അനിയനാണോ അമ്മാച്ചനാണോ അനന്തരവനാണോ എന്നൊന്നും ലേവി നോക്കിയില്ല. വാളെടുത്തൊരറ്റം മുതൽ അങ്ങോട്ട് അറിഞ്ഞു. ഇപ്പൊ നമ്മളാരും ഒന്നും തീർത്ത് പറയത്തില്ല. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉപ്പാപ്പൻ, അങ്ങോട്ട് നോക്കുമ്പോൾ കൊച്ചപ്പൻ, ഇങ്ങോട്ട് നോക്കിയപ്പോൾ അമ്മാച്ചൻ, അങ്ങോട്ട് നോക്കിയപ്പോൾ അമ്മാമ്മ, എല്ലാം നമുക്ക്. അതുകൊണ്ട് വരുന്ന വാക്യം അങ്ങ് വിഴുങ്ങുക. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അപ്പാപ്പനും കൊച്ചപ്പനും ഉപ്പാപ്പനും അച്ചായനും അളിയനും അളിയനും ഒക്കെ വീട്ടിൽ ശുശ്രൂഷ നിൽക്കുമ്പം ദൈവം ആവശ്യം, പ്രമാണമാവശ്യം. ആ വായിച്ച അവൻ ലേവിയെ കുറിച്ച് ലേവിയെ കുറിച്ച് പറഞ്ഞത് നിന്റെ തുമ്മയും ഊറിയും നിന്റെ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് എന്ന് പറഞ്ഞ കാളയുടെ പുറകെ നിന്ന് തുള്ളിയവനെ എല്ലാം കണ്ടിച്ചെന്നുള്ളതാ. അതാ അടുത്ത വാക്യം. സഹോദരന്മാരെ അങ്ങനെ സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. അടുത്തത് സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. മക്കളെന്ന് പ്രമാണമാകട്ടോ. പ്രമാണം പറയുമ്പോ മക്കളെയും പെമ്പളെയും വീട്ടിലാണ് ദൈവമായി എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവം ഒതുക്കും.
ആറിൽ പൂർണ്ണ ശക്തിയോട് ആരാധിച്ചപ്പോൾ 7-ാം അധ്യായത്തിൽ ചുറ്റുമുള്ള സകല ശത്രുക്കള് അനന്തരം ദാവീദ് ഫെലിസ്ത്യരെ ജയിച്ചടക്കി. ഇതിനോട് എന്താ പറഞ്ഞ വായിച്ചേ? 89-29 സങ്കീർത്തനം പെട്ടെന്ന് വായിച്ചോ. 89-29 പെട്ടെന്ന് വായിര്. ഇന്ന് എനിക്ക് ഒത്തിരി വാക്യം പ്രകാശിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ. സ്തോത്രം. ഞാൻ ഇങ്ങനല്ല സാധാരണ പറഞ്ഞു, ഇന്നിങ്ങനെ ഒരു നടത്തിപ്പാ. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും ശാശ്വതമായും അവന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. ഇത് ആരാധിക്കുന്നവനോടാ പറഞ്ഞത്. ആരാധിച്ച ദാവീദിനോട്, ഞാൻ നിന്റെ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിന്റെ സന്തതിയെ ഉറപ്പിക്കുമെന്ന്. ആരാധിക്കുന്ന നിന്റെ തലമുറ നശിക്കാൻ അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിന്റെ തലമുറ അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒന്നുകൂടെ വാക്യം വായിച്ച ദൈവദാസനെ 29. ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും ഞാൻ അവന്റെ സന്തതിയെ ശാശ്വതമായും അവൻ സിംഹാസനത്തെ ആകാശമുള്ള കാലത്തോളം നിലനിർത്തും. നിലനിർത്തും. ഇനി 35 വായിച്ചേ. 35 പുറകിരിക്കുന്ന ആൾ വായിര്. ഞാൻ ഒരിക്കൽ എന്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. ആരാധിക്കുന്ന നിന്നോട് ഭോഷ്ക് പറയത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ എല്ലാത്തിനും ക്രമീകരണം വരുത്തിയത് ദാവീദാ. നിർത്തുക. എടുത്ത വാക്യത്തിലോട്ട് വരിക. അങ്ങനെ ഇതെല്ലാം ക്രമീകരണം വരുത്തിയതിന് ശേഷം ദാവീദ് 9-ാം അധ്യായത്തിൽ ചോദിച്ചു, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ ചെയ്യാൻ ആ കുടുംബത്തിൽ ആരേലും ഉണ്ടോ? 9:1. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കാൻ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇതെന്നാ ഇങ്ങനെ ചോദിക്കാൻ കാര്യം? നാട്ടിൽ കേട്ടിരിക്കുന്ന വർത്തമാനം ശൗലും അവന്റെ കുടുംബമെല്ലാം അസ്തമിച്ചു പോകുന്ന ഒരു തരി പോലും ആ കുടുംബത്തിലില്ല. ഇതിന്റെ വെളിച്ചത്തിൽ ദാവീദ് ചോദിക്കാൻ, ആരേലും ആ കുടുംബത്തിലുണ്ടോ? അപ്പൊ സീവ എരിവുള്ളവനെന്നാ. ചിലയിടത്തുണ്ടല്ലോ എരിവ്, ഇല്ലേ? എല്ലാവർക്കും ഒന്നും എരിവില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു, ഞാൻ എരിയുന്നെന്നാ. ഇല്ലേ? അങ്ങനല്ലേ? 11:1-2 കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11:1-2. പെട്ടെന്ന് വായിര്. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ദൈവത്തിന്റെ എരിവ്. പൗലോസിന് ഭയങ്കര എരിവാ. നമുക്കൊക്കെ എരിവുണ്ട്, പക്ഷേ പല വിഷയത്തിലാന്നേ ഉള്ളൂ. എരിവ് പലതുണ്ട്, ഇല്ലേ? കുരുമുളകിൻ്റെ എരിവ് വേറെ, പത്തലമുളകിൻ്റെ എരിവ്, കാന്താരിയുടെ വേറെ, കരണം പൊട്ടിയുടെ, ഇഞ്ചിക്ക് വേറെ ചെറിയ ഊറിയ എരിവുണ്ട്. ആത്മീകത്തിലും ഇങ്ങനെ പല എരിവാ, ഇല്ലേ? തെളിയിക്കാം. എല്ലാവർക്കും അങ്ങ് എരിവാ. പൗലോസ് പറഞ്ഞു, ചിലരുടെ എരിവ് എന്നാത്തിനാണെന്നറിയാവോ? ഗുണത്തിനൊന്നും അല്ല, ഗുണം പിടിപ്പിക്കാനുള്ള എരിവൊന്നും. ചിലക്കങ്ങ് സഭയെപ്പറ്റി ഭയങ്കര എരിവ. സഭ നന്നാകണമെന്നുള്ള എരിവല്ല. ഇവൻ്റെ വെമ്പളയ്ക്കും പിള്ളേർക്കും ചില സ്വാർത്ഥകാര്യം താല്പര്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മളിത് കാണുമ്പോൾ ഭയങ്കര എരിവ് ആ ബേബിക്ക്. പിന്നെ ബേബിയുടെ എരിവ്. വാക്യം തരാം. എന്തിനാ എന്നെ ഇങ്ങനെ കുറിച്ച് നോക്കുന്നത്? വാക്യം തരാം, വായിര്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17 ആദ്യം വായിച്ചേ. അതിനകത്ത് നാമ്പ പിന്നെ പ്രശ്നമില്ല. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. കിടക്കുന്നത് കണ്ടോ? തെളിഞ്ഞല്ലോ. പല അവന്മാരും സഭയ്ക്കകത്ത് കിടന്ന് എരിവ് കാണിക്കുന്നത് സഭയെ നന്നാക്കാനല്ല, ശുശ്രൂഷ നന്നാക്കാൻ. അല്ല പിന്നെ സാമ്പാറിന് അടി ഉണ്ടാക്കുവോടാ? ഭക്ഷണം തികഞ്ഞില്ലെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുവോ? എൻ്റെ മോനെ കയറ്റി പാടിച്ചില്ല, എൻ്റെ കുഞ്ഞിനെ പിള്ളേരുടെ കസർത്ത് കാണിക്കുന്നതാണോ സഭ? അതിന് നമുക്ക് യൂത്ത് പ്രോഗ്രാം ഇല്ലേ? ഒരു ശുശ്രൂഷ. ഞാൻ എപ്പോഴേക്ക് എനിക്ക് കൂടുതലും ദൈവദാസന്മാരുടെ സഹധർമ്മിണിമാരോ അല്ലെങ്കിൽ അതുപോലെ പരിജ്ഞാനവും പക്വതയോ ഉള്ള ആൾക്കാർ വാക്യം വായിച്ചു തരുന്ന ആ കുറച്ചുകൂടെ തൃപ്തി. ഇത് പിള്ളേർ കളിയല്ല. പിള്ളേരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ. പിന്നെ പിള്ളേർ കുഞ്ഞുകളിയാണോ? ചക്കന്നാ പുക്കന്നാന്നറിയാൻ മേല. ഒന്നുകൂടെ വായിച്ച 17 നല്ല എരിവാണോ? അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. മതി, ഗുണത്തിനുള്ള എരിവൊന്നും. എന്നാൽ നല്ല എരിവുണ്ട്. അതിന്റെ 18 വായിച്ചേ.
ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും നല്ല കാര്യത്തിൽ എരിവ് കാണിക്കുന്നവരും ഉണ്ട്. രണ്ടു കൂട്ടരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെയുണ്ട്. അവിടെ മാത്രമല്ല, നല്ല കാര്യത്തിന് എരിവ് കാണിക്കുന്നവരുണ്ട്. ആത്മീയത്തിലൊരു എരിവ് വേണ്ടായോ? ഒരു ചൂടും ചുണയും വേണം. അപ്പൊ ഈ സീവ എരിവുള്ളവൻ, എരിവ്. അപ്പൊ ദാവീദ് ചോദിച്ചു, ആരെങ്കിലും ആ കുടുംബത്തിലുണ്ടോ? അപ്പൊ സീവ എരിവുള്ളവനാ. അവൻ വന്ന് പറഞ്ഞ, അച്ഛാ ഒരുത്തനുണ്ട്. ആരാ? അയ്യോ, അത് മെബീബോശത്ത്. ഏതാണ്? അത് യോനാഥാന്റെ മകന്. അവനുണ്ടോ? പിന്നെ ശൗലിൻ്റെ കൊച്ചുമോൻ. എന്തിയെ? ഇവിടെങ്ങും ഇല്ലെന്ന് പറഞ്ഞു. എവിടെ? അവൻ ലോദേവാരി കിടപ്പുണ്ടെന്ന്. ലോദേവാർ എന്ന വാക്കിന് ഒരർത്ഥം മേച്ചലില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലം, വരണ്ട സ്ഥലത്ത് കിടക്കുക. ഉടനെ ദാവീദ് പറഞ്ഞു, അയ്യോ, അവന്റെ അപ്പനോട് ഞാൻ ഉടമ്പടി ചെയ്തതാ, അവനെ ഇവിടെ കൊണ്ടുപോവാ. അങ്ങനെ ആള് വിട്ട് ലോദേവാരിൽ വരണ്ട സ്ഥലത്ത് കിടന്ന മെബീബോശത്ത് 2 കാലം മുടന്ത, ജന്മനാ മുടന്തല്ല, 5 വയസ്സ് മുടന്തി. ഇവനെ എടുത്തോണ്ടൊരു തള്ള ഓടിയപ്പോൾ കൊച്ചു പൊത്തോന്ന് കൊച്ചിനെ എടുക്കാൻ ആക്കവില്ല, അച്ഛൻ്റെ കൊടുക്കണം. ഈ മാവ് എടുത്താട്ട് ഓടി ഉരുണ്ട് വീണ് ഈർക്കലിൻ്റെ അടുത്ത് വെള്ളക്കാ കുത്തിയതുപോലെ കൊച്ചുമായിട്ട് കൊച്ചു പൊത്തോന്ന് വീണ് 2 കാലും മുടന്തി. അപ്പോൾ ശൗലിനെ കുടുംബത്തെ എല്ലാം നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ലോദേവാരിൽ പോയി കിടക്കുക മെബീബോശത്ത്. പോകാൻ കാര്യമുണ്ടത് ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ 2 കാലും മുടന്തിയ മെബീബോശത്തിനെ ലോദേവാരിൽ നിന്ന് പൊക്കിയെടുത്ത് ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയില്ല, ഇരുത്തി. 2 കാലും മുടന്ത ഇവനെ അവിടെ കൊണ്ടുവന്നിരുത്തി. എൻ്റെ ഭാവനയാ. അവനങ്ങോട്ടിരുന്നപ്പോൾ ദാവീദിന്റെ മുഖത്തോട്ട് നോക്കി, മന്ത്രി പുങ്കവന്മാരെ ഒന്ന് നോക്കി, സദസ്സൊന്ന് നോക്കി, അന്തരീക്ഷം നോക്കിയപ്പോൾ ഇവന്റെ അകത്ത് അകവാള് വെട്ടി. ഇവൻ ചിന്തിച്ചതാ, എൻ്റെ ദൈവമേ, അപ്പനെ കൊന്നു, വല്യപ്പനെ കൊന്നു, ഉപ്പാപ്പന്മാരെ കൊന്നു, കുടുംബം മുഴുവൻ കുളം തോണ്ടി, എൻ്റെ ദൈവമേ 2 കാലും മുടന്തി വരണ്ട സ്ഥലമാകുന്ന ലോദേവാരി കിടന്നിട്ട് അവിടെയും കിടത്തത്തില്ലയോ? എൻ്റെ ദൈവമേ, ഇവിടെ പൊക്കിക്കൊണ്ട് വന്നിരുത്തിയിരിക്കുക. കൊല്ലാനാന്നോ അറുക്കാനാന്നോ കണ്ടിക്കാനാന്നോ വിൽക്കാനാന്നോ എന്തിനെ? ദൈവമേ, ഓടാനും ഒക്കത്തില്ലല്ലോ. അയ്യോ, ഇവൻ അകവാള് വെട്ടി അകത്തങ്ങോട്ട് ഭീതി കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ കൂർമ്മബുദ്ധിയുള്ള ദാവീദിന് പിടികിട്ടി. ഇവൻ പേടിച്ചരണ്ടിരിക്കുക. അതുകൊണ്ടാ 9:7 കുറുവാക്യം ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്നെ എൻ്റെ മോനെ നിന്നെ കൊല്ലാനും അറുക്കാനും നശിപ്പിക്കാൻ മുടിക്കാൻ കൊണ്ടുവന്നതല്ല. നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ ദൈവത്തിന്റെ ദയയാൽ അവൻ നിന്നെ കൊണ്ടുവന്നിരിക്കുക. മാത്രമാണോ, നിന്റെ അപ്പന്റെ നിലമെല്ലാം നിനക്ക് തിരിച്ചു തരിക. എന്നിട്ടോ നീയോ എന്റെ മേശയിങ്കൽ നിന്ന് ഭക്ഷിക്കണമെന്ന്. ഒറ്റവാക്കി പറഞ്ഞ് അങ്ങ് വിടുക. ഈ മെബീബോശത്ത് ആരാന്നറിയാമോ? ഞാനും നിങ്ങളുമാ. എന്തുവാ? മുടന്ത്, പാപത്തിന്റെ മുടന്ത്. എന്തുവാ? വരണ്ട സ്ഥലം. ഒരു കണ്ണിന് പോലും ദയലോലാതെ എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഞാനും നിങ്ങളും കിടക്കുകയല്ലായിരുന്നോ വരണ്ട സ്ഥലത്ത്? ഓ, കുടുംബമില്ല, ആരുമില്ല, ഒരു കണ്ണിന് പോലും ദയയില്ല. മാത്രമാണോ, അപ്പൻ മരിച്ചു, കുടുംബം കുളം തോണ്ടി, ഒന്നുമില്ല, ഗതിയില്ലാതെ, ഗത്യന്തരമില്ലാതെ അവൻ മുടന്നും പേറി കിടക്കുക. ഇനി ഒരൊറ്റ ആ ചിന്തയുള്ളൂ, ചത്താ മതി. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞ ചത്ത നായ. എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. ഇപ്പൊ 3 മതി. 1 മുടന്ത്, പാപത്തിന്റെ മുടന്ത്. 2 വരണ്ട സ്ഥലം, നേരത്തെ നിന്നടം. 3 ചത്ത് കിടക്കുക. അതല്ലേ എഫേസ്യലേഖനം 2:1 അതിക്രമങ്ങളാലും. മെബീബോശത്താ ഞാനും നീയും. എന്നെ നിങ്ങളെ അവിടുന്ന് പൊക്കിയെടുത്ത്. നമ്മളിങ്ങോട്ട് വന്നതല്ല, നമ്മളെ എടുത്തതാ കേട്ടോ. സങ്കീർത്തനക്കാരൻ അങ്ങനല്ലേ 40 വായിക്കുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും. ഒന്ന് വായിച്ചോ എങ്ങനെ? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നമ്മുടെ ഇരിപ്പ് കണ്ടാ നമ്മളിഞ്ഞ് കയറി വന്നതുപോലെ ഇല്ലേ? ആ കാലം വെച്ചുള്ള ഇരിപ്പും തള്ളവരിൽ വറപ്പിച്ച് മൊബൈലിൽ തോണ്ടിയും അവൻ്റെ ചരിഞ്ഞൊരു നോട്ടമൊക്കെ കണ്ടാൽ നമ്മൾ നോക്കി ഇവൻ തന്നെ കഴിഞ്ഞ് കയറി. എവിടെ പൊട്ടം കിടാപ്പാ, ദൈവം നിന്നെ കയറ്റിയതാ. നീ ചവിട്ടിയപ്പോഴെല്ലാം പിന്നെ താന്ന് പോയതാ. അങ്ങ് ഇരുന്നപ്പോഴാണ് ഒരു കരം വന്നത്.
പാടാൻ വയ്യ, എന്നാലും യോജനൊക്കെ അറിയാമെങ്കിൽ പാട്. അച്ഛൻ തോമാച്ചനൊക്കെ അറിയാം. കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ, കരുത്തനാമവൻ കരത്തി പിടിച്ചിരിക്കയാൽ, ഒരുത്തനും പിടിച്ചുവർ പിരിക്കുവാൻ കഴിഞ്ഞിട, വിരുദ്ധമായി വരുന്നതൊന്നും ഭയന്നിട, വിരുദ്ധമായി വരുന്നതൊന്നും നിടാ. ഇതെന്തു ഭാഗ്യം! അയ്യോ, പാപത്തിന്റെ പടുകുടിയിൽ പാപത്തിന്റെ മുടന്ത് പേറി വരണ്ട സ്ഥലത്ത് ചത്ത നായ പോലെ കിടന്ന് എന്നെയും നിങ്ങളെ അവിടുന്ന് പൊക്കിയെടുത്ത് മഹാരാജാവാകുന്ന ദാവീദിന്റെ കൊട്ടാരം. ഭാഗ്യങ്ങളെല്ലാം ഒത്തിരി എടുത്ത് വ്യാഖ്യാനം. ഈ കൊട്ടാരം മാറ്റുന്ന പോലെ ദൈവസഭയാ. അങ്ങനെയാണല്ലോ എഫെസ്യർ 2:7 സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഈ സഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവന്ന് ഇരുത്തി. ദൈവത്തിന്റെ മകത്ത് ഇരുത്തിയാച്ച് ദാവീദ് പറയാ, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, കൊല്ലുകയല്ല. പിന്നെയോ എൻ്റെ ദയയാ തീർന്നില്ല. മാത്രമല്ല നിന്റെ അപ്പൻ്റെ സ്വത്തെല്ലാം തിരിച്ചു തരിക. 2-3 കാര്യം പറഞ്ഞ് പോയിന്റ് പറഞ്ഞു നിർത്ത. 9:30 ആയല്ലയോ? 2 കാര്യം പറയാം. ഏതായാലും ഇത്തറ്റം വന്നതല്ലേ. ദൈവത്തിന് മഹത്വം. ഞാനും ഇന്ന് പോകുന്നില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയച്ച് പറയാ, നിന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞ, പിതാവിന് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു തരിക. ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കാം. ആദി പിതാവാകുന്ന ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതെല്ലാം, ബൈബിളിലെ പ്രയോഗമാണ്, ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. അതാ ഈ കൊട്ടാരത്തിൽ നടന്നത്. അല്ല മെബീമോശത്തിനോട് പറഞ്ഞത്, ഒന്നാമത്തെ ആനാം മുഖാന്തരം നഷ്ടപ്പെട്ടതല്ല, ഒടുക്കത്തെ ആനാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. എന്തൊക്കെയാ നഷ്ടപ്പെട്ടത്? ഒത്തിരി നഷ്ടപ്പെട്ടു. അതെല്ലാം തിരിച്ചു തരിക. ഇനി വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. 1, പറുദീസ നഷ്ടപ്പെട്ടു. 2 കൂടെ ഇറക്കി വിട്ടെന്നല്ലേ 3:24 വായിച്ചേ, പെട്ടെന്ന് വായിര്. യോടി ഉറങ്ങുകയാണോ? വായിര്. ഉൽപ്പത്തി 3 അവിടെ തോട്ടം ഇറക്കി വിട്ട ചരിത്രം. പിന്നെ വെളിപ്പാടില്ലാന്നോ? 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു തോട്ടത്തിൽ നിന്ന്. തോട്ടമോ? ഏതെങ്കിലും നല്ല തോട്ടം ദൈവം ഉണ്ടാക്കി. തോട്ടത്തെപ്പറ്റി സൈമൺ സാർ കൊടുത്തിരിക്കുന്നത്, നന്ദനം ചൈത്രരഥം ഇത്യാദി പുരാണങ്ങൾക്കും മടികൂപ്പാതുള്ള നല്ല തോട്ടമെന്ന, ശ്രീവിളങ്ങും തോട്ടമെന്നൊക്കെയാ പ്രയോഗം. അരുണൻ തൻ്റെ കരകിരണം തപിപ്പിക്കും മരുവിന്നടിവിലെ ശ്യാമളോദ്യാനം പോലെ ബഹുവിസ്തീർണമായി കിടക്കും മഹിക്കുള്ള മകനീയതയാർന്ന ഹൃദയഘോഷം പോലെ കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളിപ്പേരയുന്നാകരംഗമാകന്തം മാകുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തുഭിക്ഷം കമ്രമാന്താത്രി താലജാലങ്ങൾ പീല് കാപ്പി. ഏതാണ്ട് തൊടത്ത് കാപ്പി വരെ ഉണ്ടായിരുന്നെന്ന. ഗന്ധപുഷ്പങ്ങള്, നല്ല മണമുള്ള പുഷ്പങ്ങള്, ഗന്ധപുഷ്പങ്ങളേക്കും ചെമ്പുകം ബഹളവും കൂളമൊക്കെ ഉണ്ടായിരുന്നെന്ന്. ആ ഗന്ധമോക്ഷ ദ്രുമവും സപ്തച്ചതം, സപ്തമേടി ഛതം പാല, 7 പാല, ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറി നെല്ലിക്ക എല്ലാം ഉണ്ടായിരുന്നു. ഈ തോട്ടമാണ്, നല്ല തോട്ടമാണ്. തോട്ടം ഒത്തിരി ഉണ്ട് വിസ്തരിക്കാൻ. താമരത്തണ്ട് കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ ശോഭസുന്ദരങ്ങളായ പക്ഷങ്ങളോടും പക്ഷികൾ ഉച്ചസ്ഥരം വൃക്ഷശാഖയിലും നക്ഷീണമുദാരമാ ഗീതികൾ ഉതിർക്കുന്നു. ശിക്ഷകിൽ പാടുന്നുണ്ട് മാകന്ത കിസലയം ഭക്ഷിച്ച് കളകണ്ട ശുദ്ധി വരുത്തി കളകണ്ടം. തോട്ടത്തെ നനയ്ക്കുവാൻ ഏതനെന്നുണ്ടായി ഏതൻ നാട്ടിൽ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ആദ്യ ശാഖയ്ക്ക് വീശോൻ കാഞ്ചനാരത്നങ്ങൾക്കും ഗോമേരകത്തിനും ഗുൽഗുലുവിനും താമരത്തണ്ട് കൊത്തി തിന്നുകൊണ്ടവിടത്തിൽ സോമസുന്ദരങ്ങളായ പക്ഷങ്ങളോടും. നല്ല തോട്ടമാ.
ഈ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഒന്നാമത്തെ ആദാം തോട്ടത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി ഇറക്കി വിട്ടപ്പോൾ ഒടുക്കത്തെ ആദാം, വിവരിക്കാൻ നേരമില്ല, അവൻ പങ്കപ്പാടുകൾ സഹിച്ച് മുൾക്കിരീടധാരിയായി മുഖത്ത് രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി, അവൻ മുതുകുടവുചാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, കന്നത്തടിയേച്ച് കാർക്കിച്ച് തുപ്പലേറ്റ് കണ്ണുമൂടിക്കെട്ട് കന്നത്തടിയേറ്റ് ആക്ഷേപങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തള മുതൽ കാൽവറി മേട് വരെ കുരിശുമരം ചുമന്ന് വെച്ചുപറിച്ച് കാൽവറിയിൽ അവൻ ആണികളാൽ തറക്കപ്പെട്ട് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ അവിടുന്ന് കിടക്കുകയാ. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം കൂടിയിട്ടുണ്ടായി. ഭൂമി അവൻ കുലുങ്ങി, പർവ്വതങ്ങൾ ഇളകി, പാറ പിളർന്നു, ദൈവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് ചീറ്റി, സൂര്യൻ കരിമ്പടം പോലെ കരുത്തു. യേശു ഉറക്ക നിലവിളിച്ച് പ്രാണന വിടുക. ഈ പ്രാണന വിടുന്ന സമയം, അയ്യോ TKS എഴുതിയ ഒരു പാട്ടുണ്ട്, പൂതലനാഥൻ തന്നുട മരണം കാണുക ദുർവകമായകോ, പൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമിതത്ഭുതം, പൂരിഭയം പൂണ്ടിളകുകയോ ഈ പ്രകൃതികളകിലമി. പറ പിളർന്നു പാരിളകന്നു പാവനം മൃദുരുയിരാർന്നുക, കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യൻ ഇരുണ്ടുപോയി, കീറുകയായി തിരുശീലയും തൻ മൃതി നേരം സൂര്യൻ ഇരുണ്ട്. എനിക്കിത് മുഴുവൻ പാടിയാ കൊള്ളാമെന്നുണ്ട്, നല്ല പാട്ടല്ലേ, കർത്താവിൻ്റെ ക്രൂശമരണം. അപ്പൊ ഇങ്ങനെ മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാർ കിടക്കുക. ആ കിടക്കുന്നതിൽ ഒരുത്തൻ പറഞ്ഞു, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ അടിയനെയും കൂടെ ഒന്ന് ഓർക്കണം. അപ്പോൾ കർത്താവ് ഒടുക്കത്തെ ആരാൻ പറയാ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഒന്നാമത്തെ ആദാമിന് പറുദീസ നഷ്ടപ്പെട്ടപ്പോൾ ഒടുക്കത്തെ ആദാം മരിക്കുന്ന സമയത്ത് പറയുകയാ, നിരാശപ്പെട്ടു പോകരുത്, വല്യപ്പച്ചന് നഷ്ടപ്പെട്ട പറുദീസയിൽ ഇന്ന് രാത്രി ഞാൻ നിന്നെ ഇരുത്തുക. അപ്പൊ ചിലർക്ക് സംശയം, പറുദീസ ഉണ്ടോ? ഉണ്ടെന്ന്. എങ്ങനെ? വേറൊരു പുള്ളി 14 കൊല്ലം മുമ്പ് അങ്ങൊന്ന് പോയി അങ്ങോട്ട്, അവിടെ പറുദീസയോളം എടുക്കപ്പെട്ടെന്നാ, 3 സ്വർഗത്തോളം. അങ്ങനല്ലയോ 12:1 വായിരെ, പെട്ടെന്ന് വായിച്ചോ, 12:1. പ്രശംസിക്കുന്നതിനാൽ കറണ്ട് പോയോ? വായിക്കേ. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ലെങ്കിൽ എങ്കിലും ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും ഓടിച്ചു വായിച്ചോ വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഒരു മനുഷ്യനെ അറിയുന്നു. അവൻ 14 കൊല്ലം മുമ്പ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടോ ശരീരം കൂടാനും ഞാൻ അറിയില്ല. കർത്താവ് പറയുന്നു, ആ മനുഷ്യൻ പരദീസിയോളം എടുക്കപ്പെട്ടു. പരദീസിയോളം. അപ്പൊ ഒന്നുണ്ടേ ചെന്ന് കണ്ടേ. വേറൊരു കാര്യമുണ്ട്, പുള്ളി കണ്ടേച്ച് ഇങ്ങോട്ട് വന്നേച്ച് പറയാ, നിങ്ങൾ വക തന്നെ ചിന്തിച്ചോളാം. അല്ല, എനിക്കോ അക്കടി പറ്റി, നിങ്ങൾക്കോ അങ്ങനെ. ഞാനത് കണ്ടേ പിന്നെ ഒന്നും ഉണ്ടാക്കാനൊത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ഉള്ള സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. ഒന്നാമത്തെ ആദാമിനെ പറുദീസയിൽ നിറക്കി വിട്ടപ്പോൾ ഒടുക്കത്തെ ആദാം ക്രൂശിൽ കിടന്ന് പറയുകയാ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. തൻ്റെ അപ്പോസ്തലനോട് പറഞ്ഞു, വാ, കൊണ്ട് കാണിച്ചു. പുള്ളി അങ്ങോട്ട് മേളിൽ ചെന്ന് കണ്ടു. ദൂതന്മാരുടെ ഭാഷയൊക്കെ കണ്ട് കേട്ടേച്ച് ആരാധനയ്ക്ക് ഓർഡർ എഴുതി. അവിടെ ചെന്നേച്ചേ, അതാ ഉചിതമായിട്ടും. ആകയാൽ എന്തേ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ കൊട തെറ്റിയെന്നാണോ? 14:26 വായിച്ചേ. അങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിക്കാൻ തോന്നുന്നു. 14:26 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14:26 വായിര്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ, നിങ്ങൾ കൂടി വരുമ്പം ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അവിടെ ചെന്നപ്പോ ഇത് കണ്ടു. സങ്കീർത്തനം വായിച്ചെന്നല്ല, അവിടെ ഓർഡർ ഉണ്ട്, ആരാധനയ്ക്ക് ഉണ്ട്. അങ്ങനല്ലേ യെശയ്യാ 6-ൽ ഒരുത്തനോടെ പുള്ളി ഇതെല്ലാം ചെന്ന് കണ്ടു. കണ്ടേച്ച് ഇവിടെ ഓർഡറാക്കി. ദൈവത്തിന് മഹത്വം. ഓരോരുത്തനെ സങ്കീർത്തനമുണ്ട്, പിന്നെ ഉപദേശമുണ്ട്, ഉണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. വായിക്കാൻ നേരമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിൽ ഒരു പറുദീസ വാഗ്ദത്തം ചെയ്തു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പം വെളിപ്പാട് പുസ്തകത്തിൽ വരും പറയാ, ജയിക്കുന്നവന് ഞാൻ 3:7 2:7 3:7 ഒക്കെ ഉണ്ട്. ഫിലദെൽഫിയ സഭയുടെ ദൂതൻ എഴുതുക,
വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ കൊടുക്കും. ജീവവൃക്ഷത്തിന്റെ പാലം അമ്മേ വാ തുറന്ന് പാടമ്മേ, ജാഗത്തില്ലമ്മേ. അഥവാ ഇന്ന് യാകുകയെന്ന് ഞാനിവിടെ ഉണ്ടമ്മേ. നല്ല പാട്ട് വേറെ പാട്ട് എൻ്റെ കയ്യിലുണ്ട്. നല്ല വൃത്തിയായിട്ട് അടക്കി, ഇല്ല മറ്റേ മണ്ണ് വാരി എറിയുന്ന പോലൊന്നും അല്ല. അല്ല അല്ല പരുവത്തിന് അടക്കിയാ ദൈവത്തിന് മഹത്വം. ജീവവൃക്ഷത്തിന്റെ ഫലം മതി. അപ്പോൾ മെഫീബോശെത്തിനോട് പറയുക, നിന്റെ പിതാവിന്റെ സ്വത്ത് തിരികെ തരിക. എന്ത് നഷ്ടപ്പെട്ടത് തിരികെ? ഒന്ന്, പറുദീസ നഷ്ടപ്പെട്ടില്ലേ? നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ ആരാമാകുന്ന ഞാനത് തിരികെ തരിക. രണ്ട്, എല്ലാം വായിക്കാൻ നേരമില്ല, തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടതുകൊണ്ടായി തള്ള മിടിയെല്ലാം തയ്പ്പിച്ച് അത്തിയല കൊണ്ടേ അമ്മാമ്മയ്ക്കൊരു മിടി, അച്ഛനൊരു ബെർമൂടായി. തേജസ് എല്ലാം പോകുന്നത്. കാരണം 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുന്ന നാണം തോന്നിയില്ലെന്നാ. വായിച്ചേ 2-ന്റെ ഒടുവിൽ വായിക്ക. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ല താനും. 2-ാം അധ്യായം അവസാനിക്കുന്ന അങ്ങനെ. കാരണം തേജസ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ തേജസ് നഷ്ടപ്പെട്ടപ്പം പിന്നെ സാറ്റുകളിയാ തോട്ടത്തിൽ കിടന്ന്. അന്നാരം നോക്കുമ്പോ കാലൊച്ച കേൾക്കാം. അവിടെ എടി പുള്ളി വരുന്നുണ്ടെന്ന്. എന്തുവാ ഒപ്പിച്ചോ? എന്തെങ്കിലും ഒപ്പിച്ചോ? അച്ഛാ ഇതങ്ങ് ഇടാൻ. അത്തിയല കൊണ്ടൊരു ബെർമുട എന്തെല്ലാം മരിച്ചു കയറ്റി, തള്ളക്കൊരു മിടി, രണ്ടും എനിക്ക് വന്ന് അത്തിയുടെ കമ്പെടുത്ത് അച്ചായം കറക്കി. അവസാനം ഇത് വല്ലതും രക്ഷപ്പെട്ടോ? ഇല്ലില്ല. പിന്നെ ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ട് ഒരാടിനെ കൊന്ന് തോലുടിപ്പിച്ചങ്ങോട്ട് വിട്ടു. തോലുടിപ്പിച്ചിട്ട് ഒക്കുന്നില്ലല്ലോ. ഇന്ന് ഒക്കുന്നുണ്ട്. ജൗളിക്കട കയറ്റി വിട്ട ഇറങ്ങി വരത്തുമില്ല. എല്ലാ തുണിയിലും തിരുമേച്ച് നടക്കുക. സകല തുണിയിലും അതിൻ്റെ കയറി അത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട്. അതെ, അവിടെ സെയിൽസിന് നിൽക്കുന്നവർ നിന്നെ അറിഞ്ഞ പരാകുന്നത്. ചുമ്മാ അതിനകത്ത് കയറി ഉള്ളത്. ഞങ്ങളുടെ ഒരു തള്ള അവസാനം കയറി അത് ഇടാൻ പറഞ്ഞു. ഇട്ട് മുഴുവൻ ഇട്ട് തള്ളയ്ക്കൊന്നും. തള്ള ചോദിച്ചു, അവനോട് ചോദിച്ചു ഇനിയുണ്ടോ? അവൻ പറഞ്ഞു ഇനി എൻ്റെ മുണ്ട ഇത് തരത്തില്ലെന്ന് പറഞ്ഞു. ഇനി ഈ മുണ്ട ഇത് കാണിക്കത്തുമില്ല. അയ്യോ ഇത് എത്ര എന്നാ കാര്യം? തേജസ് പോയി, തേജസ് നഷ്ടപ്പെട്ടു. 1-ാമത്തെ യാനാം മുഖാന്തരം തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഒടുക്കത്തെ യാനാം പറയുകയാ, ഞാൻ ആ തേജസ് തിരികെ തരും. എങ്ങനെ? സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനോ അവിടെ തന്നെ. 1-ാമത്തെ യാതാം മുഖാന്തരം തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ഒടുക്കത്തെ യാല് തേജസ്സിനെ തേജസ് തരിക. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾ ഇതുവരെ ക്ഷമിച്ചിരുന്നതിന് നന്ദി കേട്ടോ. ഒന്നുകൂടെ ഒത്തിരി ഉണ്ട് പറയാൻ. ഒന്നുകൂടെ മതി, ഒരു 3 കണക്കായിക്കോട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. 1-ാമത്തെ യാനാം മുഖാന്തരം പറുദീസ നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ യാനാം തരും. 1-ാമത്തെ യാനാം മുഖാന്തരം തേജസ് നഷ്ടപ്പെട്ടു. ഒടുക്കത്തെ യാനാം അത് തിരിച്ചു തരും. അയ്യോ പിന്നെ 45-ാം സങ്കീർത്തനം 13 നല്ല വസ്ത്രമൊക്കെ അല്ലയോ തരുന്നത്? അങ്ങനല്ലേ എഴുതിയേക്കുന്നത്? വായിക്ക്. ചോദിച്ചാനാ പറഞ്ഞേ? ആയിക്കോട്ടെ. എൻ്റെ 13 അന്തഃപുരത്തിൽ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറി ശോഭ മൂലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറി ശോഭ മൂലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും. പാട്. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭ മൂലം. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം
പൊൻകസാബ് കൊണ്ടു നെയ്തതാ എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസാബ് കൊണ്ടു നെയ്തതാ ദന്തി ദന്തം കൊണ്ടുള്ളതാ ദന്തി ദന്തം കൊണ്ടുള്ളതാ ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി ദന്തി ദന്തം കൊണ്ടുള്ളതാം ചന്തമേറും രാജധാനി സാന്ത്വമോ നമ്മരു തുന്നലോ നീനെ കനീഷം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വനം സാന്ത്വമോ നമ്മരു തുന്നലോ നീനെ കനീഷം കമ്പിവാദ്യങ്ങളിൽ നിൻ സ്വന്തം അന്തപുരത്തിലെ രാജ്ഞി ചന്തമേറി ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി ആട്ടെ സമയം പോയി പാടുന്നില്ല. അന്തപുരത്തിലെ രാജ്ഞി ശോഭാ പരിപൂർണയാ. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. തോഴിമാരും വരും. ഒന്നാമത്തെ യാനാ മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ തേജസ് ഒടുക്കത്തെ യാനാ കാൽവറിയിൽ മരിച്ചത് കൊണ്ട് എനിക്ക് നിനക്ക് തിരികെ തന്നിരിക്കുക. ഇന്ന് രാത്രി അപ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക. നഷ്ടപ്പെട്ടു പോയതല്ല, ഇന്ന് രാത്രി നിനക്ക് തിരികെ തരും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. നഷ്ടപ്പെട്ടതിനെ ഇന്ന് രാത്രി തിരിച്ചു തരും. നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്നെ അറക്കാൻ കൊണ്ടുവന്നതല്ല, നിന്നെ മുടിച്ചു കളയാൻ കൊണ്ടുവന്നതല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അല്പസമയം ദൈവത്തെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കും. കോൺലെസ് ഉണ്ടോ? കോൺലെസ് ഉണ്ടോ? ഓ ഇതിനെ നീട്ട. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ കൺവെൻഷൻ വിടുതലാകട്ടെ. നഷ്ടപ്പെട്ടു പോയത് ഇന്ന് രാത്രി പിടിച്ചെടുത്ത് തിരിച്ചു പോകാവോ? നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്നെ മുടിച്ചു കളയാൻ കൊണ്ടുവന്നതല്ല, നിന്നെ തകർത്ത് കളയാൻ കൊണ്ടുവന്നതല്ല. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അന്തരാ ജലതല പടബല പതലപ ചെയ്തൽ. അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാകട്ടെ. ഓ ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നിന്റെ പിതാവിന്റെ ദയാനിമിത്തം നിന്റെ പിതാവിന്റെ പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരിച്ചു തരികയാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഓ ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ഒന്ന് ആമേൻ. അതെ, തോട്ടം ഏലം പരദീസ തിരിച്ചു തരും. 2 തേജസ് വായിപ്പിക്കുന്നില്ല. 3 അധികാരം തിരിച്ചു തരും. ആദ്യം അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്പരാൻ പറഞ്ഞ പേരിടാൻ പറഞ്ഞു സകല മൃഗത്തെ. എൻ്റെ എന്ത് ആന ഇങ്ങോട്ട് വന്ന തുമ്പിക്കൊക്കെ ഒരു തടവ്. ആന മലയാളത്തിലങ്ങ് പറയുക. ആന പോ ഉടനെ ആന തുമ്പിക്ക കൊണ്ട് ആട്ടെ ആദാമേ പേരിട്ടതല്ലേ. ഇന്ന് ആനേനെ അങ്ങ് പേരിടാവോ? ചില്ലിക്കൊമ്പൻ എന്ന് പേരിടാവോ? ഓത്തു. അധികാരം പോയി. സിംഹത്തിനെന്ന് പേരിടാവോ? കരടിയെ ഒന്ന് അടുത്ത് വിളിക്കാവോ? ഒക്കത്തില്ല. അതിനാ പാപം ചെയ്തപ്പോൾ അധികാരം പോയി. പക്ഷേ ഈ അധികാരം നമുക്ക് തിരിച്ച് ഒടുക്കത്തെ ആറാം തൻ്റെ ജനത്തോട് പറയാ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും അധികാരം തരിക. ഒന്നാമത്തെ ആറാം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ അധികാരം ഒടുക്കത്തെ ആറാം തൻ്റെ ജനത്തിന് തന്നിരിക്കുക. നീ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാകും. നീ പ്രാർത്ഥിച്ച ഭൂതം പോകും. എടാ, ഭൂതമുള്ളവനെങ്ങാനും വന്നാൽ അതിന് കൂടുതൽ കുഞ്ഞുകുഞ്ഞിനെ അഞ്ചൽ ജോർജ് കുട്ടിയെ, മിന്നൽ ജോർജ് കുട്ടിയെ, ML ജോർജ് കുട്ടിയെ, മുക്കാലി രാജുവും വേണ്ട. രാജുവും വേണ്ട, രാജമ്മയും വേണ്ട.
ബന്ധനം അഴിക്കുന്ന ചിഹ്നം വേണ്ട, കെട്ടുന്ന മേരിയും വേണ്ട. നമ്മുടെ മേരി അല്ല, മേരി മുന്നിലുണ്ട്, ഞാൻ കണ്ട്. ഇത് വേറൊരുത്തൻ ചെയ്യുമ്പോഴല്ല, നിനക്ക് ദൈവം അധികാരം തന്നിരിക്കുക. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ വീട്ടിലെ രോഗി സൗഖ്യമാകും. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ സഭയ്ക്കകത്ത് അത്ഭുതം നടക്കും. കാരണം അധികാരം ഒടുക്കത്തെയാണ് തന്നിരിക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഇതൊന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയല്ല. അധികാരത്തോടെ പറയണം, വ്യക്തികളെ ചൂണ്ടിക്കണ്ട യേശുവിന്റെ നാമത്തിൽ ദേശത്തെ അവകാശപ്പെടുത്ത്. ദേശത്തേക്ക് ഈ നടന്നു പോകുമ്പോൾ വീടുകളൊക്കെ നോക്കി അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്ക്. ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുക. ഒരു ദോഷവും നിനക്ക് വരികയല്ല, ഒരു ദോഷവും വരികയല്ല. വിശ്വാസത്താൽ ശാസിച്ച് പ്രാർത്ഥിക്ക്. എടാ, രോഗമുള്ള വീടുകളിൽ ചെന്ന് കയറി പ്രാർത്ഥിക്കണം, തലേ കൈവച്ച്. യേശു സൗഖ്യമാക്കും. രോഗികളുണ്ട് പറയണം, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അല്ലാതെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞു വിടുകയല്ല. ഇന്ന് ഉപദേശിമാർ മിക്കലും പറയാ, എവിടോട്ട് ഇങ്ങോട്ട് കൊണ്ട്, ഇങ്ങോട്ടൊന്നും വേണ്ട, നമുക്ക് ബിലീവേഴ്സിൽ പോകാന്ന്. പോടാ. ഒരുത്തം പറഞ്ഞ നല്ല പൂന്തോട്ടമാണ് ബിലീവേഴ്സിൽ. അച്ഛാ, ഒന്ന് കാണേണ്ടതാ. അത് കണ്ടോണ്ട് ബില്ല് വരുമ്പോഴും ഇത് കാണണം. ബില്ല് വരുമ്പോഴും നീ ബിലിവേഴ്സിലും പോകണ്ട, മുത്തൂറ്റ് പാപ്പച്ചൻ്റെ അടുക്കലും പോകണ്ട. പിന്നെ ലക്ഷോറോ അവിടെ കണ്ടോണ്ടല്ലോ, അല്ല തള്ളയുടെ ഒരെണ്ണം ഉണ്ടല്ലോ, എന്തുവാ പൂന്താം. അവിടെ എവിടെ ചെന്നുള്ള ഉള്ള ബന്ധനമെല്ലാം കൂടെ അടിച്ചു ഇവിടെ വെച്ച്. എടാ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ക്യാൻസർ സൗഖ്യമാകും, ബ്രെയിൻ ട്യൂമർ മാറും, കിഡ്നി പ്രോബ്ലം മാറും, അറ്റാക്ക് ആണ് ദൈവം അത് അവൻ നിർത്തും. യേശു നിനക്ക് അധികാരം തന്നിരിക്കുക. യേശു നിനക്ക് അധികാരം തന്നിരിക്കുക. ഒരു ദോഷവും നിനക്ക് വരികയല്ല. ഇന്ന് രാത്രി രോഗബന്ധനത്തെ ശാസിക്ക്, രോഗാത്മാവിനെ ശാസിക്ക്. അധികാരം തന്നെന്ന് വിശ്വാസത്താൽ ദേശത്തെ വെട്ടിപ്പിടിക്ക്. ആത്മാക്കളെ അധികാരപ്പെടുത്ത ദൈവദാസന്മാരുമൊക്കെ അധികാരത്തോടെ എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് ദൈവദാസന്മാർ എഴുന്നേറ്റാ മതി. നിങ്ങൾ അവിടെ ഇരിക്കും. ദൈവദാസന്മാർ എഴുന്നേറ്റു. ദൈവദാസന്മാർ മാത്രം എഴുന്നേക്ക്, അല്ലാത്തവരൊക്കെ അവിടെ ഇരിക്ക്. അധികാരത്തോടെ പറ. കൊച്ചറ ദേശത്തെ അവകാശം പറ. ഇടുക്കി ജില്ലയെ അവകാശം പറ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏരിയ അവകാശം പറ. ദൈവം നിനക്ക് അധികാരം തന്നിരിക്കുക. ഇന്ന് രാത്രി തങ്കമ്മേ, നീ പാർക്കുന്ന ദേശത്തെ അവകാശം പറ. നിന്റെ കുടുംബത്തെ അവകാശം പറ. ദേശത്തേക്ക് അവകാശം പറ. ദൈവത്തിന് മകത്ത് നിരാശ മാറട്ടെ. അവിശ്വാസത്തെ ശാസിക്ക്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവം വിടുതലിന്റെ രാത്രിയാണ്. ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം, ദൈവത്തിന് മകത്വം. രോഗികളെ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്താൽ ശാസിക്ക്. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. വിടുതലോടെ പോകണം, വിടുതലോടെ തിരിച്ചു പോകണം. സമയം പോയെങ്കിലും വിടുതൽ പ്രാപിച്ചു പോകണം. സമയം പോയെങ്കിലും വിടുതൽ പ്രാപിച്ചു പോകും. ഇന്ന് രാത്രി രോഗബന്ധനം അടിയട്ടെ. ക്യാൻസർ ഉരുകി മാറട്ടെ. അണുക്കൾ ഉരുകി മാറട്ടെ. നിന്റെ രക്തത്തിനകത്ത്, അസ്ഥിക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന, മജ്ജക്കകത്ത് കുടുങ്ങിയിരിക്കുന്ന രോഗപീഠകൾ ഉരുകട്ടെ. ഇന്ന് രാത്രി വിടുതൽ. അടമന ദുരിപ്പിക്കമല പുറകിരിക്കുന്ന സഹോദരന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ചേർച്ചയിൽ, നിന്റെ തലമുറകളുടെ മേൽ ൂടാറമ്പല പാടാതാര വൈടക്കെട്ട ധീരച്ചാല അന്തലവേടി വേദിക്കെട്ടി. സാത്താന്റെ കെട്ടുകൾ അടിയട്ടെ. ദൂട്ട ശക്തികൾ അടിയട്ടെ. യേശു തന്നെ അധികാരത്താൽ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടുന്ന രാത്രിയാ. ഈ രാത്രി രോഗബന്ധനം അടിക്കുന്ന രാത്രിയാ. ഈ രാത്രി സാത്താന്റെ കെട്ട് പൊട്ടുന്ന രാത്രിയാ. ഇന്ന് രാത്രി എല്ലാ പൈശാചിക ബന്ധനങ്ങൾ അടിയട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ദൈവ സഭയ്ക്കെതിരെ.
കൂടങ്കാരം, ദൂരക്കടകം, വേലക്കെട്ടം, വീരാജാലം, അമ്പലവെള്ളി, വെള്ളിക്കെട്ടും, ഭൂടക്കടകം, അടകച്ചാര, അടകക്കെട്ടി, ഉടകാരാജ, അമ്പലവിരിവികബല, തിര തര തര തിര, യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരറ്റം മുതൽ ഒരറ്റം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനം അടിയട്ടെ. ഓ മനോവേദനയോടെ വന്നവർ ഇന്ന് രാത്രി വിടുതലോടെ തിരിച്ചു പോകട്ടെ. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവശക്തി, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവശക്തി, സകല കെട്ടുകൾ ഇന്ന് രാത്രി പോട്ടട്ടെ. അരിഷ്ടതയാൽ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവർ അവനവന്റെ വാചനം വഹിച്ച് ബന്ധനത്തെ അറുത്ത് അധികാരത്തോടെ പ്രാർത്ഥിക്കൂ. ഓ ദിവിക ബല ബട ബല, ദിരിവിക ബല ബട ബല, ദിവിക ബല ബട ബല, ദിരിവിക ബല ബല. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ എല്ലാവർക്കും? ഒറ്റ മിനിറ്റ് ഇപ്പം നിർത്താം. ഒക്കുന്നെങ്കിൽ ആ കൈകൾ രണ്ടും ഒന്ന് വീശി ദൈവത്തെ ഒരു മിനിറ്റ് ഒന്ന് സ്തുതിച്ചാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ ചേർന്ന് പാടി കൈവീശി പാട്. ഓ ഇന്നും എന്നെ ഓ വേർപിരി, കരങ്ങൾ വീശി പാട്. ഒരിക്കൽ കൂടെ വീശി. ഇന്നും എന്നെ ഓ വേർപിരിയാതെ ക്രിസ്തുവിൻ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം.